പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ഭഗവത്ഗീതയിലെ 14-ാമത്തെ അധ്യായം ഗുണത്രയ വിഭാഗയോഗം എന്ന അധ്യായമാണ് കഴിഞ്ഞ വർഷം ഇവിടെ പറഞ്ഞത്. ആ അധ്യായം അവസാനിക്കുന്നത് ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യ ഐകാന്തികസ്യ ച എന്ന ശ്ലോകത്തോടെയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. ആ അവസാന ശ്ലോകത്തിൽ ബ്രഹ്മം, ശാശ്വതധർമ്മം, ആത്യന്തികമായ സുഖം, ഈ 3 കാര്യം ഭഗവാൻ പറഞ്ഞു. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം സുഖസ്യ ഐകാന്തികസ്യ ച അമൃതസ്യ അവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യ ഐകാന്തികസ്യ ച. അതില് ഭഗവാൻ പറഞ്ഞു, അഖണ്ഡമായ പൂർണ്ണത്വത്തിനെ ബ്രഹ്മം എന്ന് നമ്മൾ പറയണു. ബൃഹത് എന്നുള്ള ധാതുവിന് പൂർണ്ണം എന്നർത്ഥം. ഈശ്വരൻ എന്ന് പറഞ്ഞോളൂ. ആ പൂർണ്ണത്വം, അതേപോലെ ശാശ്വതമായ ധർമ്മം. ധർമ്മം എന്ന് വെച്ചാൽ ഋതം, ശാശ്വതമായ സുഖം. ചുരുക്കത്തില് നമ്മളുടെ ജീവിതം സഫലമാവാനായിട്ട് എന്തൊക്കെ വേണോ അതൊക്കെ എവിടെ പ്രതിഷ്ഠിതമായിട്ടിരിക്കണു എന്ന് വെച്ചാൽ പ്രത്യേകാത്മനി എന്ന് ആചാര്യസ്വാമികൾ ഭാഷ്യത്തില് പറഞ്ഞു. നിങ്ങള് പൂർണ്ണ സത്യത്തിനെ അന്വേഷിക്കണമെങ്കിലും പ്രത്യേകാത്മാവിൽ അന്വേഷിക്കണം. അമൃതത്വത്തിനെ അന്വേഷിക്കണമെങ്കിലും പ്രത്യേകാത്മാവിൽ അന്വേഷിക്കണം. ശാശ്വതമായ ധർമ്മത്തിനെ അറിയണമെങ്കിലും പ്രത്യേകാത്മാവിൽ അന്വേഷിക്കണം. നിങ്ങൾക്ക് സുഖം വേണമെങ്കിലും പ്രത്യേകാത്മാവിൽ അന്വേഷിക്കണം. പ്രത്യേകാത്മ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുവെച്ചാൽ, വളരെ സിംപ്ലിഫൈ പറയണമെങ്കിൽ, പ്രാചീ ദിക്ക് എന്ന് പറഞ്ഞാൽ കിഴക്കെന്നർത്ഥം. പ്രതീചി ദിക്ക് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് എന്നർത്ഥം. പൊതുവെ ശാസ്ത്രം നമ്മളെ കിഴക്ക് നോക്കിയിരിക്കുന്നവരായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മളുടെ ദൃഷ്ടി കിഴക്കോട്ടിരിക്കുമ്പോ ശാസ്ത്രം, അതായത് ഗുരു ശിഷ്യനോട് പറയാണ്, നിന്റെ ദൃഷ്ടി പ്രത്യക്കിലേക്കാവട്ടെ എന്നാണ്. എന്നുവെച്ചാൽ പടിഞ്ഞാറോട്ടാവട്ടെ എന്നാണ്. എന്നുവെച്ചാൽ കണ്ണ് കിഴക്കോട്ട് നോക്കുമ്പോ നിന്റെ ദൃഷ്ടി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ളില്. നിന്റെ വ്യക്തിത്വത്തിന്റെ മൂലസ്ഥാനം, സ്വരൂപം, അതിൽ വേണം നീ സുഖത്തിനെ അന്വേഷിക്കാൻ, സത്യത്തിനെ അന്വേഷിക്കാൻ, പ്രപഞ്ചത്തിന്റെ മൂലമായ കാരണത്തിനെ അന്വേഷിക്കാൻ ഒക്കെ. പ്രപഞ്ച മൂലകാരണം എന്നൊക്കെ പറയണത് തത്വവിചാരം ചെയ്യുന്ന ആളുകൾക്കും തത്വജിജ്ഞാസുക്കൾക്കുള്ള വിഷയമാണ്. ഈ പ്രപഞ്ചം എവിടെ നിന്ന് വന്നു, ഇതൊക്കെ കുറെയൊക്കെ ജിജ്ഞാസമുള്ള ആളുകൾക്ക് തോന്നുന്ന ചോദ്യമാണ്. വേദം തന്നെ ഇത് ചോദിച്ച് ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ്. കോ അദ്ധാ വേദ കൈഹ പ്രവോചത് കുത ആജാത കുതയ്യം വിസൃഷ്ടി.
വേദം തന്നെ പറഞ്ഞു, ഈ വിസൃഷ്ടി എവിടുന്നാണ്, ഈ പ്രൊജക്ഷൻ, ഈ കാണപ്പെടുന്ന ഈ സൃഷ്ടി എവിടുന്നാണ്? നാ സദാസീന്നോ സദാസീത്തദാനീം. ഈ സൃഷ്ടിക്ക് മുമ്പ് എന്തുണ്ടായിരുന്നു? അവിടെ സത്തുണ്ടായിരുന്നില്ല, അസത്തുണ്ടായിരുന്നില്ല. കിമാസീത് ഗഹനം ഗഭീരം. എന്തോ ആഴമായി ഗഭീരമായി എന്തോ ഒന്ന് ഇരുട്ടിന്റെ മേലെ പെരണ്ട് കിടന്നു എന്നൊക്കെ വേദം പറഞ്ഞ് ആർക്കറിയോ ആവോ ഈ സൃഷ്ടിയുടെ മൂലം. ഇതെവിടുന്ന് വന്നോ ആവോ ഈ പ്രപഞ്ച സൃഷ്ടി, ഈ കാണപ്പെടുന്ന വിശ്വം. അത് തത്വജിജ്ഞാസുക്കൾക്കുള്ള വിഷയം. തത്വവിചിന്തനം ചെയ്യുന്നവർക്ക് ഈ മുമ്പിൽ കാണുന്ന പ്രപഞ്ചത്തിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ചോദ്യമാണ്. അതിന് പ്രപഞ്ചത്തിലൊക്കെ അന്വേഷിച്ചു നോക്കണം. നമ്മുടെ ആധുനിക ശാസ്ത്രവും ഇന്ന് പ്രപഞ്ചത്തിൽ അന്വേഷിച്ചു നോക്കുകയും ലോകത്തിന്റെ മൂലഘടകം കണ്ടുപിടിക്കാൻ 2-3 കുറെ മെഷീനൊക്കെ ഉണ്ടാക്കി വെച്ച് പരസ്പരം കൊളിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയാമായിരിക്കും നിങ്ങൾക്ക്. അത് ഇതാ കണ്ടുപിടിച്ചു, ഇപ്പൊ ആയി, ഇന്നതായി, അതായി, ഇതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചാൽ ഇത് പ്രപഞ്ചത്തിന്റെ മൂലമായ ഘടകത്തിനെ കണ്ടുപിടിച്ചതാവുമോ എനിക്ക് നിശ്ചയമില്ല. കാരണം വേദാന്തം പറയണത് ഈ പ്രപഞ്ചം എന്ന് പറയണത് ഇന്ദ്രിയവേദ്യം ആയ ഒരു വിഷയമാണ്. അല്ലേ? പറയൂ. സിമ്പിൾ. ഇതിന് വലിയ സയന്റിസ്റ്റ് ഒന്നും ആവശ്യമില്ല. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രപഞ്ചം. ഇനി ചില ജീവികൾക്കൊക്കെ 3 ഇന്ദ്രിയങ്ങളെ ഉള്ളൂ, അവരുടെ പ്രപഞ്ചം വേറെ വിധാണ്. ഇനി സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ട്, അവരുടെ പ്രപഞ്ചം വേറെ വിധാണ്. ഏകകോശ ജീവികളുണ്ട്, അവരുടെ പ്രപഞ്ചം വേറെ വിധാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ മാറുന്നിടത്തോളം പ്രപഞ്ച പ്രതീതി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചം ഇന്ദ്രിയത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇന്ദ്രിയങ്ങളില്ലെങ്കിലും മനസ്സിൽ പ്രപഞ്ചം തോന്നുന്നു. സ്വപ്നത്തില് മനസ്സ് ലയിച്ചു കഴിയുമ്പോ സുഷുപ്തി അവസ്ഥയിൽ ഒന്നും തോന്നണില്ല, അല്ലേ? ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചോ യതി വർത്തേത, ഈ പ്രപഞ്ചം വാസ്തവത്തിലുണ്ടെങ്കിൽ സുഷുപ്താവ് ഉപലഭ്യതാം, സുഷുപ്തിയിൽ കിട്ടട്ടെ എന്നാണ്. ഇത് സത്യമാണെങ്കിൽ സത്യത്തിന്റെ ലക്ഷണം ത്രികാല അബാധ്യത്വം എന്നാണ്. അതായത് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒക്കെ ഉണ്ടാവണത്രേ. ഒരു കാലത്തിലും മാറാൻ പാടില്ല. അങ്ങനെയുള്ളതാണ് സത്യം. ഈ പ്രപഞ്ചമാവട്ടെ മനസ്സ് ലയിച്ചു കഴിയുമ്പോൾ കാണാനില്ല. സത്സംഗത്തിലിരുന്ന് ഉറങ്ങിയ ലോകം പോയി. ഉറങ്ങിക്കഴിയുമ്പോ ശരീരം പോയി, നമ്മളുടെ പേഴ്സണാലിറ്റി പോയി. നഹ്യസ്തി അവിദ്യ മനസോതിരിക്ത മനോഹി അവിദ്യ ഭവബന്ധഹേതു തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം വിജൃംഭിതേസ്മിൻ സകലം വിജൃംഭത്തെ. മനസ്സങ്ങനെ വിജൃംഭണമാവുമ്പോ സകലതും കാണപ്പെടുന്നു. മനസ്സ് ലയിക്കുമ്പോൾ എല്ലാം മറിഞ്ഞു പോകുന്നു. നമ്മളുടെ അനുഭവമാണത്. അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ മനസ്സ് ഉദിക്കുകയും നിൽക്കുകയും വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുകയും അറിയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. അതങ്ങോട്ട് ബോധ്യാവില്ല നമുക്ക്. എന്റെ മനസ്സ് ഉദിക്കുമ്പോ സൃഷ്ടി ഉണ്ടായി അവസാനിക്കുകയാണോ എന്നൊരു ചോദ്യം വരും. അങ്ങനെയല്ല പാവം, നീ തന്നെ മനസ്സ് ഉദിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. മനസ്സ് ലയിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന അനുഭവവും ഇല്ലാതായി സുഷുപ്തി അവസ്ഥയില് എന്തോ ഒന്ന് മാത്രം നിൽക്കണുണ്ട്, അല്ലേ? നമ്മളുടെ അനുഭവമാണ്. സുഷുപ്തിയിൽ സുഖമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒന്നുണ്ടായിരുന്നു, അത് സുഖവുമായിരുന്നു. വാസ്തവത്തിൽ സുഷുപ്തിയിൽ സുഖം വരാൻ പാടില്ല നമ്മളുടെ കണക്ക് പ്രകാരം. എന്താന്ന് വെച്ചാൽ നമുക്ക് സുഖം വരണമെങ്കിൽ എന്തെങ്കിലും കാണണം, എന്തെങ്കിലും കേൾക്കണം, എന്തെങ്കിലും മണക്കണം, എന്തെങ്കിലും രുചിക്കണം, എന്തെങ്കിലും സ്പർശിക്കണം. അപ്പോഴേ നമുക്ക് സുഖം വരുള്ളൂ, അല്ലേ? പറയൂ. നമുക്ക് ഒരു ബോറടിച്ചാ ഉടനെ എന്തെങ്കിലും കാണണം, അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കണം, പാട്ട് കേൾക്കണം, സിനിമ കാണണം. നാറ്റം വന്നാൽ എന്തെങ്കിലുമൊക്കെ മണക്കണം.
നാവിന് രുചി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, സ്പർശിക്കാൻ നല്ല മൃദുവായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം അല്ലേ? സുഷുപ്തിയിലാവട്ടെ ഈ 5 ഇന്ദ്രിയ പ്രക്രിയകളും നടക്കണില്ല. എന്നിട്ട് സുഖം എവിടെ നിന്ന് വന്നു? ഇതൊരു ഒരു ഗംഭീരമായ ഒരു ചോദ്യമാണത്. എക്സ്പ്ലോസീവ് ക്വസ്റ്റ്യൻ ആണത്. എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചോദിച്ചാൽ ഇതിന്റെ ഉത്തരം ഒരു വെർബൽ ആൻസർ ആയിരിക്കില്ല. ഇതിന്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ വാസ്തവത്തിൽ തന്നെ ഒരു സ്ഫോടനാവും. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു ഇൻസൈറ്റ് ഉണ്ടാവും. അറിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയല്ല, ഉള്ള വസ്തുവിനെ നിങ്ങൾ കാണും. ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ. ഇപ്പൊ മൂക്കത്ത് വെച്ച കണ്ണടയെ ഇവിടെ ഉണ്ടല്ലോ എന്ന് കാണുന്ന പോലെ അന്വേഷിച്ചിട്ട് കഴുത്തിലിട്ട ചങ്ങല, മൂക്കത്ത് വെച്ച കണ്ണട, ഇതൊക്കെയാണ് ഉദാഹരണം പറയുക വേദാന്തത്തില്. കണ്ഠാഭരണ ന്യായം, കണ്ഠജാമീകര ന്യായം, ഇതൊക്കെയാണ് ഉദാഹരണം. അത് എന്തിനെ ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തില് സുഖമുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു അനുഭവമാണ് ഈ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ചിലർക്ക് സുഷുപ്തി എന്ന് പറയുന്നത് ചിലപ്പോൾ അറിയില്ല. ഇതെന്താ ഈ സുഷുപ്തി എന്ന് പറയണം. ഡീപ്പ് സ്ലീപ്പ് നമ്മളിപ്പോ പകുതി വെന്ത ആളുകളാണല്ലോ. അപ്പൊ ആ ഡീപ്പ് സ്ലീപ്പില് ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ ഡീപ്പ് സ്ലീപ്പിൽ എങ്ങനെ സുഖം വരണു എന്നാണ്. You are not seeing anything, you are not touching anything, you are not smelling anything, you are not hearing anything, you are not tasting anything. And you as you conceive yourself, you are not there. അല്ലേ? ഞാൻ എന്ന് പറയുന്ന ആള് അവിടെ ഇല്ല. ഇതിനിപ്പോ വലിയ വേദാന്തം ബുദ്ധിശക്തിയൊന്നും വേണ്ടെന്നാണ്. ഈ കാര്യം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. നിങ്ങൾ വൈകുണ്ഠം കൈലാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇത് നമ്മള് ബോറടിക്കാതെ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഉറങ്ങാം. അത് മാത്രമേ ബോറടിക്കാത്തതുള്ളൂ. എന്തൊക്കെ നിങ്ങൾ കണ്ടാലും കുറച്ചു നേരം കണ്ടാൽ ബോറടിക്കും. എന്തൊക്കെ നിങ്ങൾ കേട്ടാലും ദിവസം കേട്ടാൽ ബോറടിക്കും. എന്തെങ്കിലുമൊക്കെ മണമാണെങ്കിലും ദിവസം മണത്താൽ ബോറടിക്കും. പക്ഷേ നമുക്ക് ബോറടിക്കാത്ത ഒരു കാര്യമാണ് ഈ ഉറങ്ങുക എന്ന് പറയുന്നത്. അത് ഉറങ്ങുക എന്നുള്ളൊരു കാര്യം കൊണ്ട് വരുന്നതല്ല. മനസ്സ് ചെന്ന് ലയിക്കുമ്പോ ദുഃഖം വരുന്നതിന് പകരം സുഖം എന്തുകൊണ്ട് വരണു എന്നാണ് ചോദ്യം. ഒന്നും കാണാനില്ലാത്തപ്പോ ദുഃഖിക്കണ്ടേ? ഒന്നും കേൾക്കാനില്ലാത്തതുകൊണ്ട് ദുഃഖിക്കണ്ടേ? എന്നിട്ടും സുഖമായിരുന്നു എന്ന് പറയണു. സുഖം നമ്മളുടെ സ്വരൂപമാണ്. സുഖം വേണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശരീരം പോലും ഇല്ലാതെ സുഖമായിട്ടിരിക്കാം. ഇതൊക്കെ നമുക്ക് സുഷുപ്തി പഠിപ്പിച്ചു തരുന്നുണ്ട്. നോക്കൂ, അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ ഈ അറിവ് എപ്പോ ഉപയോഗപ്പെടുന്നു വെച്ചാൽ അധികം പേർക്ക് ഉപയോഗപ്പെടുന്നത് ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതാവുമ്പോൾ. ഭീഷ്മര് മഹാഭാരതത്തില് മോക്ഷപർവത്തില് ശരശയ്യയിൽ കിടക്കുകയാണ്. നേരെ മുഴുവൻ അമ്പ് കുത്തിക്കയറി കിടക്കുകയാണ്. അനങ്ങാൻ വയ്യ. സന്ധ്യാവന്ദനം ചെയ്യാൻ പറ്റില്ല, ജപിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോഴാണ് ധർമ്മപുത്രരോട് പറയുന്നത്, ധർമ്മപുത്രരെ, ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു യജ്ഞം, മനസ്സിനെയും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു യജ്ഞം. കാരണം മനസ്സ് ഈ വേദന അനുഭവിക്കുമ്പോൾ കൂടെ നിൽക്കും, ശരീരത്തിന്റെ കൂടെ. ശരീരത്തിന് വേദനിക്കുമ്പോൾ മനസ്സും കൂടെ നിൽക്കും. അപ്പൊ ഇതൊന്നുമില്ലാതെ ശരീരത്തിന് വേദനയുണ്ടെങ്കിലും മനസ്സതിന്റെ കൂടെ നിന്നാലും ഇതിനൊക്കെ പുറകിൽ മാറാതെ നിൽക്കുന്ന ഒരു സുഖത്തിനെ കണ്ടതുകൊണ്ട്, ഹേ ധർമ്മപുത്രരെ, ഞാൻ ഈ ശരീരത്തിന്റെ വേദന കൊണ്ടോ മനസ്സിന്റെ ദുഃഖം കൊണ്ടോ ഗ്ലാനി വരാതെ കഴിച്ചുകൂട്ടണമെന്നാണ്. ഓരോരുത്തരുടെയും വാർദ്ധക്യത്തിൽ വരുന്ന വിഷമം കാണുമ്പോൾ നമുക്കറിയാം, അത് കഴിയണതും വേഗം നേടിയെടുത്താലേ സെക്യൂരിറ്റി ഉള്ളൂ. There is no security in body or mind.
There is no security in world. Security is in the self. ആത്മാവിലാണ് സർവരക്ഷ, സർവതോ ഭദ്രമായ സ്ഥിതി. അപ്പൊ അങ്ങനെ ഒരു സുഖം, അങ്ങനെ ഒരു ശാന്തി നമ്മൾക്കുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇന്റിമേഷനാണ് ഡീപ് സ്ലീപ്പ് എന്ന് പറയുന്നത്, സുഷുപ്തി. അത് ആത്മാവിന്റെ സ്വരൂപമാണെന്ന് തന്നെ വേദം പറയുന്നുണ്ട്, ഉപനിഷത്ത് പറയുന്നുണ്ട്. അഹരഹ ഏവം വിത് സ്വർഗമേതി. ശ്രുതി പറയണത് അറിഞ്ഞവൻ ദിവസം സ്വർഗത്തിലേക്ക് പോകണമെന്നാണ്. അറിയാത്തവൻ ദിവസം ദിവസം പോണുണ്ടെങ്കിലും അറിയണില്ല. എല്ലാവരും ഉറങ്ങണുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ജ്ഞാനം ഉണ്ടാവുണ്ടോന്ന് വെച്ചാൽ ജ്ഞാനം ഉണ്ടാവില്ല. ഉറങ്ങിയതുകൊണ്ട് ആർക്കും ജ്ഞാനം ഉണ്ടാവില്ല. ഉറങ്ങണത് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിനെ നമ്മളിപ്പോ മനനം ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ എക്സിസ്റ്റൻസ്, ഇന്നലെ പറഞ്ഞില്ലേ നിലനിൽപ്പ്, നിൽക്കാനുള്ള ഒരു നില നമ്മൾ അവിടെ കാണും. ആ അവസ്ഥയില് ശരീരം കൂടാതെ ഉള്ള ഒരു നില, മനസ്സ് കൂടാതെ ഒരു നില, അഹങ്കാരം കൂടാതെ ഒരു നില, പ്രപഞ്ചമില്ലാതെ ഒരു നില, നിങ്ങളുടെ ഭാവനയിലുള്ള ഈശ്വരൻ ഒന്നും തന്നെ ഇല്ലാതെ ഒരു നില. ദിവസം നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണത്. ശങ്കരാചാര്യരുടെ എക്സ്പീരിയൻസോ വ്യാസഭഗവാന്റെ എക്സ്പീരിയൻസോ ഋഷികളുടെ അനുഭവമോ അല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവമാണ്. അത് ആ അവസ്ഥയിലും ഏതൊരു സത്തുണ്ടോ അത് മാത്രമാണ് നില. അതില് നിൽക്കണവനാണ് ജ്ഞാനി. അതൊഴിച്ച് ബാക്കിയൊക്കെ നിലയില്ലാത്തതാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു പ്രതിഷ്ഠ അവിടെ വേണം എന്നാണ്. ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം. നിങ്ങളെ ബ്രഹ്മത്തിനെ അന്വേഷിക്കണമെങ്കിൽ യു ഹാവ് ടു സീക്ക് ട്രൂത്ത് ഇൻ കോൺഷ്യസ്നസ്. പ്രജ്ഞാനം, ശ്രുതി പറയണത് പ്രജ്ഞാനം ബ്രഹ്മം. ബ്രഹ്മം എന്താണെന്ന് വെച്ചാൽ ശുദ്ധമായ പ്രജ്ഞാനമാണത്, ബോധമാണ്. എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളോ മനസ്സോ കൂടാതെ സ്വയമേവ വേദ്യമാവണ അറിവിന് പ്രജ്ഞാനമെന്ന് പേര്. അങ്ങനെ വല്ല അറിവുണ്ടോ? ഉണ്ടല്ലോ. എന്താ അറിവ് എന്ന് വെച്ചാൽ ഇപ്പോ ലൈറ്റൊക്കെ ഓഫായപ്പോ നമുക്കൊരു സംശയമില്ലാതെ അറിഞ്ഞു ഞാനുണ്ട് എന്ന്, അല്ലേ? ബാഹ്യദ്രവ്യങ്ങളെ അറിയാൻ നിങ്ങൾക്ക് കണ്ണ്, വെളിച്ചമൊക്കെ വേണ്ടിയിരിക്കുന്നു. ബാഹ്യ ശബ്ദം കേൾക്കാൻ ചെവി വേണ്ടിയിരിക്കുന്നു. ബാഹ്യമായ ഗന്ധം മണക്കാൻ മൂക്ക് വേണ്ടിയിരിക്കുന്നു. അവനവന്റെ എക്സിസ്റ്റൻസ്, ഇരുപ്പറിയാൻ അവനവനല്ലാതെ വേറെ ഒന്നും വേണ്ട. ഞാനുണ്ട് എന്ന് അറിയണത് അവനവന്റെ ഇരുപ്പ്, അഹം അഹം എന്നുള്ള അനുഭവം. അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്ന് അറിഞ്ഞിടാതിരുന്നിടേണം. എന്ത് ഗംഭീരമായ വാക്ക. അഹം ഇരുളല്ല ഇരുളാകിൽ നാം അന്ധരായി അഹമഹമെന്ന് അറിഞ്ഞിടാതിരുന്നിടേണം. ഞാൻ എന്ന അനുഭവം ഉണ്ടല്ലോ, അതിന് പേരാണ് ലൈറ്റ്, ജ്യോതി എന്ന് പറയുന്നത് അതാണ്, സ്വയം പ്രകാശം. ബാക്കിയൊക്കെ തന്നെ പരപ്രകാശാണ്, ജഡപ്രകൃതിയാണ്, മായയാണ്. മായ എന്ന് വെച്ചാൽ എന്താ? ഈ ഞാൻ എന്നുള്ള അനുഭവമല്ലാതെ നിങ്ങൾക്ക് സത്യസാക്ഷാത്കാരം വേണമെങ്കിൽ ഈ ഒറ്റ ഉപദേശം മതി. ഞാൻ എന്ന് പറയുന്ന അനുഭവം അല്ലാതെ ബാക്കിയൊക്കെ മായയാണ്. ബാക്കി ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യമല്ല, അപ്പിയറൻസ് ആണ്. ഇപ്പൊ നിങ്ങളെയൊക്കെ ഞാൻ കാണണു അത്രയേ ഉള്ളൂ, ലാഭമൊന്നുമില്ല. നിങ്ങളെ എനിക്ക് അനുഭവിക്കാനൊന്നും പറ്റില്ല. എന്റെ തന്നെ ശരീരം എനിക്ക് അനുഭവിക്കാനൊന്നും പറ്റില്ല. എന്റെ തന്നെ മുതുക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വലിയ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ്, അയാളുടെ ഹാർട്ട് ഇതുവരെ കണ്ടിട്ടില്ല.
മറ്റുള്ളവരുടെ ഹാർട്ട് കണ്ടിട്ടുണ്ടാവും. വലിയ ലിവർ സ്പെഷ്യലിസ്റ്റ് അയാളുടെ ലിവർ കണ്ടിട്ടില്ല. കിഡ്നി സർജൻ അയാളുടെ കിഡ്നി ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ശരീരത്തിലുള്ള അവയവങ്ങൾ തന്നെ നമുക്കൊന്നും പ്രത്യക്ഷമല്ല, നമ്മളൊന്നും കാണണില്ല. നമ്മുടെ എക്സ്പീരിയൻസിൽ, അനുഭവത്തിലുള്ളത് ഈ പ്രത്യഗാത്മാവാണ്. അതാണ് കഴിഞ്ഞ അധ്യായം അവസാനിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞത്, പ്രത്യഗാത്മാവാണ് ഹേ അർജുന ഞാൻ. ആ പ്രത്യഗാത്മാവിന്റെ സ്വരൂപത്തിനെ അറിഞ്ഞാൽ നിനക്ക് ബ്രഹ്മത്തിനെ അറിയാം, ധർമ്മം അറിയാൻ കഴിയും, ശാശ്വതമായ സുഖം നിനക്കുണ്ടാവും. ഉന്നെ നീ തെരിന്തായാകിൽ ഉനക്ക് ഓർ കേടുമില്ലേ. கைவல்ய நவநீதத்துல வர ஒரு பாட்டு, உன்னை நீ தெரிந்தாயாகில் உனக்கு ஓர் கேடுமில்லை. தமிழ்ல இருக்கிற ஒரு பெரிய வேதாந்த கிரந்தம் அது. தெரிஞ்சுக்கிறதுக்கு ஒரே விஷயம் ஆத்மா தான். அதனால நேற்றுக்கு சொன்னோம், நாம அதை தெரிஞ்சுக்காம என்னத்தை தெரிஞ்சின்றாலும் ஒன்றும் பிரயோஜனம் இல்லை. சந்தேகம் மிஞ்சி நிற்கும். என்னென்னமோ தெரிய எட்டி குதிப்பாரடி தன்னை அறியாரடி கிளியே சந்தேக ஜீவரடி. சாதுவம் சுவாமி பாட்டு. என்னென்னமோ அறிய எட்டி குதிப்பாரடி. எட்டி குதிக்கிறதுனா வெளியில இருக்கிற விஷயத்தை தானே எட்டி குதிச்சு பிடிக்கணும். தன்னை அறியாரடி கிளியே சந்தேக ஜீவரடி. தன்னோட ஸ்வரூபத்தை தெரிஞ்சுக்கிறதுக்கு வெளி விஷயங்கள் ஒன்றும் தேவையில்லை. ஆத்மாவை தெரிஞ்சுக்க ஆத்மாவே ஸ்வயம் பிரகாசம். ஸ்வயம் பிரகாசஸ்வரூபமாயிருக்கிற தன்னோட உருவத்தை பகவான் பிரத்யேகாத்மா அப்படின்னு சொல்லி அதை தெரிஞ்சுட்டா பிரம்மத்தை தெரிஞ்சுக்கலாம். അവനവനെ അറിഞ്ഞാൽ ഈശ്വരനെ അറിയാം. ഈശ്വരന്റെ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ അവൈലബിൾ പ്ലേസ് എന്ന് അർത്ഥം എടുത്താൽ മതി. ഇപ്പോ ഇരിപ്പിടം, അവൈലബിൾ പ്ലേസ്. എവിടെ, വേർ ക്യാൻ യു ഹാവ് എ കോണ്ടാക്ട് വിത്ത് ട്രൂത്ത് ഇൻ യുവർ സെൽഫ്? വേർ ക്യാൻ യു ഹാവ് എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് ഇൻ യുവർ സെൽഫ്? വേർ ക്യാൻ യു ഹാവ് അബ്സല്യൂട്ട് ഹാപ്പിനെസ് ഇൻ യുവർ സെൽഫ്? ഇൻ യുവർ സെൽഫ് മീൻസ് വാട്ട്? നിങ്ങളില് എന്ന് പറഞ്ഞ, നിങ്ങളില് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്ന് പറയുന്ന അനുഭവം ഒഴിച്ച് ബാക്കിയൊന്നും ഞാനല്ല. എന്റെ ശരീരം എന്ന് പറയുന്നത്, എന്റെ രൂപം എന്ന് പറയുന്നത് തന്നെ ഈ അഹം എന്നുള്ള അനുഭവമാണ്. അല്ലാതെ ഈ ശരീരം കണ്ണും മൂക്കൊന്നും അല്ല. അപ്പൊ ആ അനുഭവത്തിനെ ഭഗവാൻ ധർമ്മത്തിന്റെ ഇരിപ്പിടമായിട്ടും സുഖത്തിന്റെ ഇരിപ്പിടമായിട്ടും ബ്രഹ്മത്തിന്റെ ഇരിപ്പിടമായിട്ടും ഒക്കെ പറഞ്ഞു. പക്ഷേ ആശ്ചര്യം എന്ന് പറയട്ടെ, ഇത്രയും ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വസ്തുവിനെ നമ്മൾ ശ്രദ്ധിക്കാതെ കാണപ്പെടുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതാണ് എട്ടിക്കുതിപ്പാറടി அப்படின்னு சொல்றதுக்கு காரணமே என்ன, வெளியில போயிட்டே இருக்கு கவனம், தன்னில நிற்கவே மாட்டேங்கிறது. ഉപനിഷത്ത് ഋഷി തന്നെ പറഞ്ഞു, ഭഗവാൻ നമ്മളെ കുറച്ച് പറ്റിച്ചു എന്നാണ്. ദൃഷ്ടിയൊക്കെ പുറത്തേക്ക് തിരിച്ചു വെച്ച് താൻ അകത്ത് കയറിയിരുന്നു. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയം ഭൂ തസ്മാത് പരാങ് പശ്യതിനാന്തരാത്മൻ കശ്ചിത് ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുഃ അമൃതത്വമിച്ഛൻ. ഏതോ ഒരു ധീരൻ ചക്ഷുസ് ഇന്ദ്രിയങ്ങളെയൊക്കെ അകമേക്ക് വലിച്ച് ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ഛൻ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ച് ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രത്യാഹരിച്ച് തന്നിലിരുത്തിയത്രേ. അമൃതത്വമിച്ഛൻ. നമ്മളുടെ പോക്കൊക്കെ മരണത്തിലേക്കാണേ. കവലയില്ലാമ ഉക്കാന്നിരിക്കും ഇല്ലയാ. അധ്യാത്മരാമായണത്തില് ഒരു ശ്ലോകമുണ്ട്, കിളിപ്പാട്ട്. ചക്ഷുശ്രവണ് ഗളസ്തമാം ദർദുരം. പാമ്പിനാണ് ചക്ഷുശ്രവാഹാൻ പേര്. ഈ പാമ്പിന്റെ വായിലിരിക്കുന്ന ദർദുരം എന്ന് വെച്ചാൽ തവള. ഈ തവള വായക്കകത്താ ഇരിക്കുന്നത്. പാമ്പ് വായടച്ചാൽ ഉള്ളിൽ പോകും. അവിടെ ഇരുന്നിട്ട് മുമ്പിലിരിക്കുന്ന പാറ്റയൊക്കെ പിടിച്ചോണ്ടിരിക്കണം അത്രേ. ഇന്നലെ പറഞ്ഞില്ലേ നമ്മള് 90 വയസ്സായ ശേഷം 25 വർഷത്തേക്കുള്ള പ്ലാനിങ് അല്ലേ?
ഒരു വയസ്സായ മുത്തശ്ശൻ വിൽപത്രം എഴുതി വെച്ചത്രേ. എന്താ വിൽപത്രം എന്ന് വെച്ചാൽ 80 വയസ്സായപ്പോ മക്കളൊക്കെ കൂടെ പറഞ്ഞു, ശതാഭിഷേകം കഴിഞ്ഞു, അച്ഛൻ ഇനിയെങ്കിലും വിൽപത്രം എഴുതി വെക്കൂ, ഈ സ്വത്തിന്റെ കാര്യമൊക്കെ എഴുതി വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ എഴുതി വെച്ചു, മക്കളുടെ കാലശേഷം സ്വത്തൊക്കെ എനിക്ക്. അപ്പോ ദൃഷ്ടി ബഹിർമുഖമാണ് അല്ലേ? കണ്ണിലൂടെ പുറമേക്കാണ്. നമുക്ക് അനുഭവമുണ്ടെന്നും നമുക്ക് നിത്യസിദ്ധമാണെന്നും നമ്മളുടെ സ്വരൂപം എന്നൊക്കെ വേദം പറഞ്ഞാലും ഋഷികൾ പറഞ്ഞാലും ജ്ഞാനികൾ പറഞ്ഞാലും ഗുരു പറഞ്ഞാലും നമ്മളുടെ ശ്രദ്ധ വസ്തുവിലേക്ക് പോവാതെ പുറമേക്ക് പോകണം. കാരണം എന്താന്ന് വെച്ചാൽ അധ്യാത്മത്തിൽ അവസാനം ഈ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മൾ പറയും ഈശ്വര കൃപ ഉണ്ടായാലേ പറ്റുള്ളൂ. ഈശ്വര അനുഗ്രഹം ഇല്ലെങ്കിൽ ഈശ്വര അനുഭവം ഉണ്ടാവില്ല. തമിഴില് തിരുവാചകത്തില് ഇതേയുണ്ട്, അവനരുളാൽ അവൻ താഴ്വണങ്ങി. அது பெரியவாள்லாம் எப்படி சொல்லுவானா, அவன் அருளால் அவன் தாழ் வணங்கி அவன் அருளால் அவன் அருள் பெற்று அவன் அருளால் அவன் அருள் ஆனேன் அப்படிமா. ஈஸ்வரனோட கிருபையினால ஈஸ்வரனோட கிருபைக்கு പാത്രമാറുത്. ഈശ്വരൻ എന്ന് വെച്ചാലോ അന്തര്യാമി തന്നെ. അന്തര്യാമിയുടെ കൃപ, ആത്മകൃപ. ആത്മപ്രസാദം ഗുരുപ്രസാദം രണ്ടും ഒന്ന് തന്നെ. ഭാഷ്യക്കാരൻ തന്നെ ലബ്ധ ഗുരുവാത്മപ്രസാദാനാം എന്നാണ് പറയുന്നത്. ഗുരുവിന്റെ കൃപയ്ക്കും ആത്മാവിന്റെ കൃപയ്ക്കും പാത്രാവണം. ആത്മകൃപ എന്ന് വെച്ചാൽ ചിത്തം ശുദ്ധമാവുമ്പോ നമ്മളുടെ സ്വസ്വരൂപം ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പ്രകാശിപ്പിച്ചു തരും. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ പവർ തന്നെ പുറമേക്കൊരു ഗുരുവിനെ കൊണ്ടുവരും, ശാസ്ത്രത്തിനെ കൊണ്ടുവരും. ആശ്ചര്യമായിട്ട് നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലായി തുടങ്ങും. ചിലർക്കൊക്കെ ഉണ്ട്, കുറേ കാലം സത്സംഗത്തിൽ വരും, ഒന്നും മനസ്സിലാവണില്ല എന്ന് കംപ്ലൈന്റ് പറയും. എന്നിട്ട് അവർക്ക് ചില സമയത്ത് ജീവിതത്തിൽ ചില ദുഃഖാനുഭവങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ വിഷമിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു വരും. അത് കഴിയുമ്പോൾ അവർ പറയും ഇപ്പൊ ഒക്കെ മനസ്സിലാവുണ്ടെന്ന്. എന്തോ ഒരു വേദനയൊക്കെ അനുഭവിച്ച ഉള്ളിലൊരു ചിത്തശുദ്ധി വന്നു കഴിയുമ്പോൾ അന്തര്യാമി തന്റെ കൃപയ്ക്ക് ഇവരെ പാത്രമാക്കി കഴിയുമ്പോൾ ഉള്ളിൽ നിന്നും തന്നെ ഈ ജ്ഞാനത്തിനുള്ള ശക്തി ഇവർക്ക് ഉണ്ടാവുകയാണ്. ശരിക്കും ആത്മാ തന്നെയാണ് ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കണത്. ആത്മാവിൽ നിന്നല്ലാതെ വേറെ ഒരിടത്തുനിന്ന് ജ്ഞാനം വരാൻ പറ്റില്ല. ആത്മാ തന്നെ ആവരണം നീക്കി തന്നെ കാണിച്ചു കൊടുക്കുകയാണ് അധികാരിയായ പുരുഷന്. പുറമേക്കുള്ള ഗുരു മനസ്സിനെ ഉപദേശം കൊണ്ട് അന്തർമുഖമാക്കണം. മനസ്സ് അന്തർമുഖമായി കഴിഞ്ഞാൽ ഉള്ളിലുള്ള ശക്തി ആ മനസ്സിനെ ആകർഷിച്ച് ഹൃദയദേശത്തിൽ അടക്കിക്കളയും. ഒരു ഡബിൾ പ്രോസസ്സാണ്. പുറത്തുനിന്ന് ഉള്ളിലേക്ക് തള്ളാൻ ഒരു പുഷിംഗ് സ്പോട്ട് വേണം നമുക്ക്. അത് ചിലപ്പോ ദിവ്യക്ഷേത്രങ്ങളായിരിക്കാം, മഹാപുരുഷന്മാരായിരിക്കാം, സദ്ഗുരുവായിരിക്കാം. സംതിങ് വിച്ച് ക്യാൻ മേക്ക് യു ഗോ ഇൻവേർഡ്. പുറത്തുനിന്ന് ചിലപ്പോൾ ജീവിതത്തിലുള്ള ദുഃഖമായിരിക്കാം. എങ്ങനെയാണെങ്കിലും അതെ, ഒരു ഘട്ടത്തില് പുറമേ നിന്ന് നമ്മളുടെ മനസ്സിനെ അന്തരംഗത്തിലേക്ക് തിരിക്കണതുണ്ടല്ലോ, അതൊരു കൃപയാണ്. ഉള്ളിൽ നിന്നും നമ്മളുടെ ഉള്ളിൽ ഈ ശരീരമോ മനസ്സോ ഒന്നും ഞാനല്ല എന്നും ഇതിനപ്പുറം എനിക്കൊരു ഇരിപ്പുണ്ടെന്നും എന്റെ സ്വരൂപമുണ്ടെന്നും ഒക്കെ തോന്നി തുടങ്ങണുണ്ടല്ലോ, അത് വലിയൊരു അനുഗ്രഹം, വലിയൊരു അനുഗ്രഹം. അവിടെ ഈശ്വരാധീനം ഉണ്ടായി എന്നാണ്. നമുക്ക് ഈശ്വരാധീനം എന്ന് പറയണു. യസ്മാത് മദധീനം കർമ്മിണാം കർമ്മഫലം ജ്ഞാനിനാം ച ജ്ഞാനഫലം അതഃ ഭക്തിയോഗേന മാം യേ സേവന്തെ തേ മത് പ്രസാദാത് ജ്ഞാനപ്രാപ്തിക്രമേണ ഗുണാതീതാഃ മോക്ഷം ഗച്ഛന്തി. കിമു വക്തവ്യം ആത്മനഃ തത്വമേവ സമ്യക് വിജാനന്തഃ. ആചാര്യസ്വാമികൾ ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയാണ്, അന്തര്യാമിയായ ഭഗവാന്റെ പ്രസാദത്തിന് പാത്രാവുമ്പോ സാധാരണ കാര്യം മുതൽക്ക് കർമ്മത്തിന്റെ കർമ്മഫലം അതും അന്തര്യാമിയുടെ പ്രസാദം ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാവാന്ന്. കർമ്മിണാം കർമ്മഫലം ജ്ഞാനിനാം ച ജ്ഞാനഫലം. ജ്ഞാനമൊന്ന് തെളിവാകാനുണ്ട്. ഇങ്ങനെ ശ്രവണം ചെയ്ത് തേച്ച് മിനുക്കിയിട്ട് അതങ്ങനെ ഉള്ളിലങ്ങനെ പ്രകാശിച്ചു തുടങ്ങും.
ഈ ബ്രഹ്മവിദ്യ എങ്ങനെയാണ്? നമ്മൾ കേൾക്കണു, ആദ്യമൊക്കെ വെർബലായിരിക്കും, ചിലപ്പോൾ ഒരു യോഗമണ്ഡലത്തിലായിരിക്കും നമ്മൾ കേൾക്കുന്നത്. കേൾക്കുമ്പോൾ ഒരു ധ്യാനം ഉണ്ടാവും, സുഖം ഉണ്ടാവും. എന്നാലും വസ്തു അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടാവില്ല. ക്രമേണ ക്രമേണ ആ ഇൻസൈറ്റ് അകമയ്ക്ക് ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ലാതെ അവനവന്റെ സ്വരൂപം പ്രകാശിപ്പിച്ചു തരിക എന്നുള്ള ഒരു കൃപ ഉണ്ടല്ലോ. ആ കൃപ ഉണ്ടാവുമ്പോ ഇവന് ആത്മജ്ഞാനം ഉദിച്ചു തുടങ്ങും. അതിനെന്താ വഴി എന്ന് വെച്ചാൽ ആചാര്യസ്വാമികൾ പറഞ്ഞു, ഭക്തിയോഗേന മാം യേ സേവന്തേ. ആരാണോ എന്നെ ഭക്തിയോഗം കൊണ്ട് സേവിക്കണത്, ഭഗവത് പ്രാപ്തിക്കായിട്ട് അവനവൻ സാധനാഭക്തിയോ പരാഭക്തിയോ ചെയ്യണത്, ഭഗവാനോട് പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക ഒക്കെ ഭക്തിയാണ്. നിങ്ങൾ ഈ പരമലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും അത് ഭക്തിയാണ്. എനിക്ക് ഈ സാക്ഷാത്കാരം വേണം, അതിന് മനസ്സിനെ ശാന്താക്കണം, മനസ്സ് പിടിച്ചിട്ട് കിട്ടണില്ല, അപ്പൊ പ്രാർത്ഥിച്ച് കരയും. ഭക്തന്മാരൊക്കെ ചെയ്തിരിക്കുന്ന വഴി എന്താണെന്ന് വെച്ചാൽ കരയുക. ഈ കരയുക എന്നൊക്കെ പറയണത് ഒരു അൺനാച്ചുറൽ അല്ലേ എന്ന് വെച്ചാൽ അത് മാത്രമാണ് നാച്ചുറൽ. നമ്മൾ ജനിച്ചപ്പോൾ ആദ്യം ചെയ്തത് അതാണ്. ഒരാളും ഇതുവരെ ജനിച്ചപ്പോ യുക്തിവാദിയായിട്ടോ ബുദ്ധിജീവിയായിട്ടൊന്നും ഇതുവരെ ആരും ജനിച്ചിട്ടില്ല. എല്ലാം കരഞ്ഞുകൊണ്ടാ ജനിക്കണത് അല്ലേ? കരഞ്ഞ ഉടനെ ഫലം കിട്ടിയോ ഇല്ലയോ? എവിടുന്നോ പാല് വന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മയ്ക്ക് ഈ പാല് അത് എവിടുന്ന് വന്നു? റെഡിയായിട്ട് അവിടെ വെച്ചിരിക്കുന്ന ശക്തി എന്താ? സിമ്പിൾ കാര്യം. ഈ കുട്ടി ഗർഭത്തിലിരിക്കുമ്പോ ഭക്ഷണം, അപ്പോഴൊന്നും പാല് വന്നില്ല. ഈ കുട്ടി ജനിച്ച ഉടനെ ഒരു 48 മണിക്കൂർക്കകം പാല് വന്നിട്ടില്ലെങ്കിൽ എന്ത് ശാസ്ത്രം, എന്ത് സയൻസ്, എന്തുണ്ടായിരുന്നിട്ട് എന്ത് പ്രയോജനം? യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. നോക്കൂ, നമ്മൾ ആരും സ്വതന്ത്രരേ അല്ല, നമ്മൾക്ക് സ്വതന്ത്രമായ ശക്തിയില്ല, ഈശ്വരാധീനത്തിൽ ഇരിക്കുന്നവരാണ്. നിങ്ങൾ പ്രകൃതി എന്ന് വിളിച്ചോളൂ, ഈശ്വരൻ എന്ന് വിളിച്ചോളൂ, ഇറ്റ് ഈസ് നോട്ട് യുവർ ഈഗോ, ദാറ്റ് ഈസ് ദ ഫാക്ട്. നിങ്ങളത് ഈശ്വരൻ എന്ന് വിളിച്ചാലും ശരി, പ്രകൃതി എന്ന് വിളിച്ചാലും ശരി, ഏതോ ഒരു ശക്തി എന്ന് വിചാരിച്ചാലും ശരി, നിങ്ങൾ അജ്ഞേയ ശക്തി അഗ്നോസ്റ്റിക് ആയിട്ടിരുന്നാലും ശരി, എങ്ങനെയോ ആയിക്കോട്ടെ, എന്റെ അഹങ്കാരത്തിന്റെ ഫലമല്ല, എന്റെ സാമർഥ്യം പ്രയോജനപ്പെടില്ല എന്നുള്ള ഒരു അറിവുണ്ടല്ലോ, അതാണ് ഭഗവത് പ്രസാദത്തിന് മുന്നോടിയായിട്ട് വരേണ്ട ഒരു കാര്യം. അങ്ങനെ വരുമ്പോ കുട്ടി ഇപ്പൊ ആരോടാ കരഞ്ഞത് പറയൂ? കുട്ടി ഇപ്പൊ ആരോട് കരഞ്ഞു? കുട്ടി അമ്മയോട് കരഞ്ഞോ, അച്ഛനോട് കരഞ്ഞോ, അല്ല ഭഗവാനോട് കരഞ്ഞോ? ഒന്നുമല്ല, സിമ്പിൾ എക്സ്പ്രഷൻ ഓഫ് പെയിൻ, അത്രയേ ഉള്ളൂ അല്ലേ? അന്തര്യാമിയാണ് കരയണത് അവിടെ. അതിന്റെ ഫലം അവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തു. അതേപോലെ ഭക്തി എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ, ഭഗവത് ആശ്രയത്വമാണ് ഭക്തി. ആ ഭക്തിയോഗം ഏത് രൂപത്തിലാവട്ടെ, നമ്മളെ നാമം ജപിച്ചുകൊണ്ടും ഭഗവത് ധ്യാനം ചെയ്തുകൊണ്ടുള്ള ഭക്തിയോഗമോ എങ്ങനെയോ, നിങ്ങളുടെ ഹയസ്റ്റ് ഗോൾ നിങ്ങളുടെ ഉള്ളിൽ വന്നു, എനിക്ക് ഈ സംസാരത്തിൽ നിന്നും വിമുക്തി വേണം എന്ന് തീരുമാനിച്ചെങ്കിൽ, ഇവിടെ ദുഃഖമുണ്ടെന്ന് നിങ്ങൾ കണ്ടുവെങ്കിൽ, ബുദ്ധൻ പറയുന്ന 2 കാര്യവും ഇതാണ്. ബുദ്ധൻ പറയണത് ഇതാണ്, there is suffering and there is release. ഈ 2 കാര്യം അറിയണമെന്നാണ്. ഇവിടെ ദുഃഖമുണ്ടെന്ന് അറിയണം. അധികം പേരും അത് തന്നെ അറിഞ്ഞിട്ടില്ല. അതാണ് പറഞ്ഞ പാമ്പിന്റെ വായിലിരിക്കണ തവള പോലെ ഒക്കെ സുഖമാണ്, സ്വർഗരാജ്യം ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പോലെയാണ് നമ്മളുടെ ഭ്രമം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾക്കൊന്നും പരിഹാരമില്ല. ആസ്പത്രികൾ കെട്ടാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. മനുഷ്യന്റെ ഫിസിക്കൽ സഫറിങ്ങിൽ 1 ഇഞ്ച് പോലും കുറയ്ക്കാൻ പറ്റണില്ല. വീട്ടിലിരുന്ന് സഫർ ചെയ്യണു, ആസ്പത്രിയിൽ പോയി സഫർ ചെയ്യണു. വിത്ത് ഓൾ മെഡിസിൻ യു സഫർ. പലർക്കും ജീവിച്ച് അനുഭവിച്ച ആളുകൾക്ക് ഇതൊക്കെ നല്ലവണ്ണം അറിയാം, അതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രകൃതിയുടെ പ്രശ്നങ്ങളായ ജന്മ മൃത്യു ജരാ വ്യാധിയൊക്കെ അതേപടി നിൽക്കണു. അതിന്റെ മേലെ കുറച്ച് ഇങ്ങോട്ട് നീക്കുക അങ്ങോട്ട് നീക്കുക.
ഈ നാറാണത്ത് പ്രാന്തം പറഞ്ഞ പോലെ വലത് കാലത്തിലെ മന്തെടുത്തിട്ട് ഇടത് കാലിൽ വെക്കുക, ഇടത് കാലിൽ മന്തെടുത്ത് വലത് കാലിൽ വെക്കുക എന്നല്ലാതെ വലിയൊരു വ്യത്യാസമൊന്നും പ്രകൃതിയിൽ നമ്മൾ ചെയ്തിട്ടില്ല. ദെയർ ഈസ് സഫറിങ്. ഇത് സമ്മതിച്ചുവെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ്മെന്റ് ആകും. ഇവിടെ ദുഃഖമുണ്ട്, ഇവിടെ വേദനയുണ്ട്, ഇവിടെ വിഷമങ്ങളുണ്ട്. അപ്പൊ ഇതിൽ നിന്നും ഒരു റിലീസ് വേണം എന്ന് ജീവൻ ആശിക്കുമ്പോൾ അവൻ മുമുക്ഷുവായി. എങ്ങനെ ശരീരത്തിന്റെ വിശപ്പിന് ഒരു കുട്ടി കരഞ്ഞുവോ അതുപോലെ മുമുക്ഷു അന്തര്യാമിയുടെ വിശപ്പിന് കരഞ്ഞു തുടങ്ങും. ആത്യന്തികമായ ഒരു ശാന്തിക്ക് വേണ്ടിയുള്ള ഒരു ദാഹം അകമയ്ക്ക് വന്നു തുടങ്ങും. വേദാന്തം പറയണ ഒരു ദൃഷ്ടാന്തം എന്താണെന്ന് വെച്ചാൽ തലയ്ക്ക് തീ പിടിച്ച ആള് വെള്ളം അന്വേഷിക്കണ പോലെ എന്നാണ്. തലയ്ക്ക് ഒരാൾക്ക് തീ പിടിച്ചാൽ ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് കെടുത്തിക്കൊള്ളാന്ന് വന്നിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഫാക്ച്വലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ആധ്യാത്മികതയുടെ സ്വഭാവമൊക്കെ മാറും. ഭഗവത്ഗീത ഉപനിഷത്തിനോടുള്ള ആദരവൊക്കെ പുതിയ കണ്ണിലൂടെ നമ്മൾ കാണും. ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ ഫീൽഡ് എന്ന് പറയുന്നതും അനദർ ഫീൽഡ് വേർ യു ക്യാൻ ഷൈൻ. അതാണിപ്പോ എനിക്കിപ്പോ ഈ ടി വിയിൽ ഇതിലൊക്കെ ഇപ്പൊ പ്രഭാഷണമൊക്കെ ഒരുപാട് വന്നു തുടങ്ങി കഴിയുമ്പോ ഇപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ അത് പഴകിക്കഴിഞ്ഞു, തമിഴ്നാട്ടിലും കുറെ തുടങ്ങി, കേരളത്തിൽ അത്ര കണ്ടായിട്ടില്ല. അതായത് അപ്പൊ കുട്ടികളെയൊക്കെ ഈ പ്രഭാഷണം ചെയ്യിക്കാൻ പഠിപ്പിക്കാം. അപ്പോ ഇനിയിപ്പോ നാളെ എനിക്ക് സംശയം എന്താന്ന് വെച്ചാൽ ഈ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ സപ്താഹം കോമ്പറ്റീഷൻ ഉണ്ടാവുമോ എന്നാണ് ഇപ്പൊ എനിക്ക് സംശയം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചിരിക്കണു. ഇപ്പൊ ക്ലാസിക്കൽ മ്യൂസിക് കോമ്പറ്റീഷൻ, ത്യാഗരാജസ്വാമികൾ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് കരഞ്ഞതൊക്കെ കുട്ടി നരവലും സ്വരവും ഒക്കെ വെച്ച് കാച്ചുമ്പോ അത് ഇതേപോലെ പ്രഹസനീയമാണ്. ഭക്തിയുടെ മണ്ഡലത്തിൽ നിന്നും ആർട്ടിന്റെ മണ്ഡലത്തിലേക്ക് വീണു പോകുമ്പോ സ്വരരാഗസുധാ രസയുത ഭക്തി ആണ് ത്യാഗരാജസ്വാമികൾക്ക്. സ്വരരാഗസുധാ രസത്തോടുകൂടി ചേർന്ന ഭക്തിയാണത്. അപ്പൊ അതും ഇതുപോലെ തന്നെയാണ്. അതേപോലെ ഈ അധ്യാത്മം എന്ന് പറയുന്നത് ഒരു ആർട്ടല്ല. നിങ്ങളിപ്പോ ഞാൻ പറയണത് ഇതേപോലെ കേട്ട് പഠിച്ച് പറഞ്ഞാൽ ഇതൊന്നും വസ്തു അതാവില്ല. ഇത് അവതരിപ്പിക്കാനുള്ള ഒരു വിഷയമല്ല. ഇതിപ്പോ നിങ്ങളെയൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇത് പേര് വാങ്ങിക്കാനോ പ്രസിദ്ധി വാങ്ങിക്കാനോ ഉള്ള കാര്യമല്ല. അതുകൊണ്ട് എനിക്കൊരു അങ്ങനെ ഒരു ചെയ്തിട്ട് ഇപ്പൊ എനിക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. എനിക്ക് ശാന്തി വേണമെങ്കിൽ ഈ ജ്ഞാനം എന്റെ ഉള്ളില് അനുഭവസ്വരൂപമായി പ്രകാശിക്കണം. ഈ അറിവ് എന്റേതായിരിക്കണം. ഇത് കൃഷ്ണന്റെയോ ഗീതയുടെയോ ഉപനിഷത്തിന്റെയോ ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഇതിന്റെ ഒരു സുഖം എനിക്ക് കിട്ടാൻ ഈ മൈക്കും ഇവിടുത്തെ ട്യൂബ് ലൈറ്റും ഈ ചെയറും നിങ്ങളും ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലെങ്കിലും തനിച്ചിരുന്നാലും ഇത് തന്നെയാണ് നമ്മളുടെ ഉള്ളില് എന്ന് വരണം. എന്നാലേ ബ്രഹ്മവിദ്യ നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ പ്രചാരത്തിൽ വരാനുള്ള വിഷയമല്ല, ഇത് വേണമെന്നുള്ള ആളുകൾക്കുള്ള വിഷയമാണ്. അപ്പൊ ജ്ഞാനപ്രാപ്തിക്രമേണ ഗുണാതീതാഹ. നോക്കൂ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, മനസ്സിന്റെ 3 ക്വാളിറ്റീസ് ആണിത്. ഒന്നില് സാത്വികമായിട്ടിരിക്കും, അല്ലെങ്കിൽ രാജസികമായിട്ടിരിക്കും, അല്ലെങ്കിൽ താമസം. ഒന്നൊരു സുഖമായിട്ടിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കാൻ തോന്നും, അല്ലെങ്കിൽ മൗഢ്യമായിട്ടിരിക്കും. ഈ 3നെയും തരണം ചെയ്ത് ശുദ്ധ ശാന്തിയില്, ജ്ഞാനത്തില്, സ്വരൂപത്തില് പ്രതിഷ്ഠ, അതാണ് ഏറ്റവും വലിയ ലാഭം എന്ന് പറയണത്. അതിന് ഈ പ്രപഞ്ചത്തിന്റെ സംസാരം എന്നൊക്കെ നമ്മൾ പറയണത്, ആ വാക്കൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അസോസിയേറ്റഡ് മീനിങ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആ വാക്കൊക്കെ വളരെ ജാഗ്രതയായിട്ട് ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിൽ പോയി സംസാരം എന്ന് പറഞ്ഞാൽ അവിടെ ഭാര്യ എന്നാണ് ഇപ്പോൾ ആളുകൾ അർത്ഥം മനസ്സിലാക്കാം. കേരളത്തിലെ ആരോ ഒരു വിരുദ്ധൻ ഉണ്ടാക്കിയ കാര്യമാണ് ഈ സംസാരം എന്ന് പറഞ്ഞ വർത്തമാനം പറയുക എന്നുള്ളത്. കാരണം ഒരുപാട് സംസാരം പറയണത് ഈ വർത്തമാനം പറയണത് കൂടിയാ. അപ്പൊ സംസരതി, സമ്യക് സരതി
ഒഴുകി നടക്കുന്നത് എന്നർത്ഥം. അതായത് ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ്. ഒന്നിൽ നിന്ന് ഉപരമണമില്ലാതെ കർമ്മങ്ങൾ പെട്ട് ബന്ധം ഉണ്ടാവുക. ഇതിനാണ് സംസാരം. ദുഃഖം, ചുരുക്കത്തിൽ പറഞ്ഞത് ദുഃഖം. ഇതിനാണ് സംസാരം എന്ന്. ഈ സംസാര നിവൃത്തിക്ക് ആണ് ഭഗവാൻ ഈ അധ്യായത്തിനെ ആരംഭിക്കുന്നത്. അർജുനേന അപൃഷ്ടമപി ആത്മനഃ തത്വം വിവക്ഷു ഉവാച. ഭഗവത്പാദർ പറഞ്ഞു, അർജുനനൊന്നും ചോദിച്ചില്ല, എങ്കിലും ഭഗവാൻ കൃപയോടുകൂടെ ഈ അധ്യായത്തില് വൃക്ഷരൂപകൽപ്പനയോടുകൂടെ ഈ അധ്യായത്തിനെ ആരംഭിക്കുകയാണ്. എന്തിനാ ആരംഭിക്കുന്നത്? വൈരാഗ്യഹേതോഹോ. ഇത്തിരി വൈരാഗ്യം വരണം എന്നാണ്. വൈരാഗ്യം വന്നാൽ ഭയം ഉണ്ടാവില്ല. വൈരാഗ്യം എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ, ഒന്നിനോടും ശക്തി അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ അയാൾക്ക് ഒന്നിനെ കുറിച്ചും ഭയമില്ല. ഭയമൊക്കെ വരുന്നത് നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ളപ്പോഴാണ്. ഒരാള് അമ്പലത്തിൽ ചെന്ന് തേങ്ങ ഉടച്ചു. എന്തിനാ തേങ്ങ പൊട്ടിച്ചത് എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് ഒരു സമാധാനം കൊണ്ട് ചെയ്തതാന്ന്. എന്തേ കാര്യം? അല്ല, ഇന്നലെ നിങ്ങൾ പത്രം വായിച്ചില്ലേ? വായിച്ചു. ഒരു മാരുതിക്കാറ് ആ മലയോരത്ത് തലകീഴായിട്ട് മറിഞ്ഞു എന്ന് കേട്ടോ നിങ്ങൾ? ആ, വായിച്ചല്ലോ. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ വിറ്റ കാറാണ്. നല്ല കാലം കൊടുത്തുവല്ലോ എന്നാണ്. തൻ്റേതല്ലാതാവുമ്പോ അതിന് പറ്റുന്ന അത്യാഹിതം ദുഃഖം ഒന്നും തന്നെ സ്പർശിക്കണില്ല, അല്ലേ? മമത ദുഃഖത്തിന് കാരണമാണ്. ആസക്തി ദുഃഖത്തിന് കാരണമാണ്. അപ്പൊ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വെറുപ്പ് എന്നർത്ഥമല്ല. വൈരാഗ്യം വരണവരെ നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടെങ്കിലും ദുഃഖം ഉണ്ടാവും. ചില ജ്ഞാനികളുണ്ട്, അവർക്ക് വൈരാഗ്യം ഉണ്ടാവില്ല, പക്ഷെ ദുഃഖം ഉണ്ടാവും. ദുഃഖം വന്നാലും അവരുടെ ജ്ഞാനം കുറഞ്ഞു പോകുന്നില്ല. ഉദാഹരണത്തിന് രാമായണത്തിലെ രാമന് വൈരാഗ്യക്കുറവ് കാരണം, നിങ്ങൾ രാമനെ അവതാര പുരുഷൻ എന്നെടുത്താൽ കാര്യം വരെ, വേദാന്തപരമായിട്ട് വേറെ വിഷയം. രാമൻ കരയണ പോലെ ആരെ കൊണ്ടും കരയാൻ പറ്റില്ല. രാമനെ ഒരു പ്രത്യേകതരം ജ്ഞാനികളെ 4 വിധത്തിൽ പറയും. ഒന്ന്, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ആർക്ക് കണ്ടാലും പൂർണ്ണമായിട്ട് തോന്നുന്ന ശുകബ്രഹ്മ മഹർഷിയെ പോലെ, രമണ മഹർഷിയെ പോലെ. ഇവരൊന്നും കണ്ട ആർക്കും സംശയമേ വരില്ല. കാരണം ബാഹ്യമായിട്ട് അവർ ജ്ഞാനികളാണ്, ആന്തരികമായിട്ട് അവർ ജ്ഞാനികളാണ്. ഇത് ഒരു കാറ്റഗറി. 2, ബാഹ്യമായി എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവും, ഉള്ളിൽ പൂർണ്ണമാവും. ബാഹ്യമായി ഒരു പ്രാകൃതമായ മനുഷ്യതലത്തിൽ നിൽക്കും, ആന്തരികമായി അവർ പൂർണ്ണരായിരിക്കും. രാമൻ ഈ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. 2, ബാഹ്യമായി നല്ല പൂർണ്ണമായിട്ടൊക്കെ തോന്നും, ആന്തരികമായി അത്യന്ത കുഴപ്പമായിരിക്കും. അത് കുറച്ച് അപകടമാണ്. 4മത്തത് ബാഹ്യമായ ആന്തരികമായി കുഴപ്പം. ഈ 4 കൂട്ടരും അധ്യാത്മലോകത്തിൽ കാണും. ഈ ആദ്യത്തെ 2 പേരും ജ്ഞാനികളാണ്. ബാഹ്യമായും അവർ പൂർണ്ണരാണ്, ആന്തരികമായും പൂർണ്ണരാണ്. 2മത്തെ ആളുകൾ ബാഹ്യമായി കണ്ട അവർ മനസ്സിലാക്കാൻ പറ്റില്ല. സാധാരണ ആളുകളെക്കാളും ഭംഗിയായിട്ട് പ്രകൃതിയിലുള്ള വിഷമങ്ങളൊക്കെ അവരിൽ കാണാം. അവർ ആന്തരികമായി പൂർണ്ണമായിരിക്കും. ഇപ്പൊ രാമായണത്തിലെ രാമൻ കരയണത് കണ്ടിട്ട് ചമ്പുകാരൻ പറയണത്, അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വീണ ആളുകള് ആ ഭാഗം വായിക്കുകയോ പറയുകയോ എഴുതുകയോ ചെയ്യില്ല, അത്ര കണ്ട് ദുഃഖകരമാണത്, ഞാൻ പറയില്ല എന്ന് പറയണം ചമ്പു. വാൽമീകി പറഞ്ഞുവല്ലോ എന്ന് വെച്ചാൽ, വൽമീക ജന്മ മുനിരേവ കഠോര ചേതാഹ, അദ്ദേഹം കഠോര ചിത്തനാണ് പറഞ്ഞു എന്നാണ്, ഞാൻ പറയില്ല. അത്രയ്ക്ക് രാമൻ കരഞ്ഞു വിഷമിച്ചു, അല്ലേ? അപ്പോ എന്നാൽ ബാഹ്യമായിട്ട് സുഖമായിട്ട് ഇരുന്നൂടെ? വൈരാഗ്യം ഉണ്ടെങ്കിൽ സാധിക്കും എന്നാണ്. വൈരാഗ്യം ഉണ്ടെങ്കിൽ ഉപാധിയും അങ്ങോട്ട് അടങ്ങും. വൈരാഗ്യാന്ന പരം സുഖസ്യ ജനകം പശ്യാമി വശ്യാത്മനഃ. വൈരാഗ്യം ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ദുഃഖത്തിനെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. ജ്ഞാനിയോ അജ്ഞാനിയോ ദുഃഖത്തിന് വ്യത്യാസമൊന്നുമില്ല.
ജ്ഞാനിക്ക് വേണമെങ്കിൽ ഭാര്യയും കുട്ടികളെയും കുടുംബത്തിനെയും ഒക്കെ ഉപേക്ഷിക്കാം. അല്ല, അതൊന്നും സ്വീകരിക്കാതിരിക്കാം. ശരീരത്തിനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? മഹാപുരുഷന്മാർക്കൊക്കെ അവരവരുടെ ശരീരത്തിൽ നിന്ന് വരേണ്ട വിഷമം വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അവരെല്ലാം വിട്ടിട്ട് പോയാലും ഭഗവാൻ രമണ മഹർഷി പറഞ്ഞു, സ്കന്ധാശ്രമത്തിലിരിക്കുമ്പോൾ ഞാൻ അവിടുന്ന് വിട്ടിട്ട് പോയി. അപ്പൊ കുറെ ആളുകൾ പുറകെ കൂടി. പിന്നെയും സ്കന്ധാശ്രമത്തിക്ക് തന്നെ തിരിച്ചു വന്നു. അവസാനം ഒരാശ്രമം ഇല്ലാതിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എന്റെ ചുറ്റും വലിയൊരു ആശ്രമം ഉണ്ടായി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കുടുംബം വിട്ടിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു ആളോട് ഭഗവാൻ പറഞ്ഞതാണത്, നീ നിന്റെ ഒരു ഭാര്യയും കുട്ടിയും ഒരു വീട് ഉപേക്ഷിക്കണം എന്ന് പറയണു. ഞാൻ ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് കണ്ടില്ലേ എന്റെ ചുറ്റും. ജി വി സുബ്രഹ്മണ്യ എന്ന് പറഞ്ഞൊരു ഭക്തന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞതാണ്, ഓനൊക്കെ എന്നെ പോലെ ഇരിക്കപ്പെടാതെ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിനോട് ചോദിച്ചതാണ്, എന്നെ പോലെ തനിക്ക് ഇരുന്നൂടെ എന്നാണ്. എന്നുവെച്ചാൽ ഇതൊക്കെ ഞാൻ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു, ഒന്നും പോണില്ല എന്ന് മാത്രമല്ല അത് ഒരു നിയമപ്പടി വളർന്നുകൊണ്ടേ ഇരിക്കണു. അതുകൊണ്ട് നാരായണ ഗുരു ജാതി പാടില്ല മതം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം രണ്ട് കാര്യം. ഒന്ന്, അമ്പലങ്ങളിൽ മൂർത്തികളൊക്കെ ഒന്നാക്കിയപ്പോ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രതിഷ്ഠിച്ച അമ്പലങ്ങളിൽ ഒരുപാട് മൂർത്തികളൊക്കെ വന്നു. പിന്നെ അദ്ദേഹം അമ്പലത്തിൽ എല്ലാവരെയും പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതിഷ്ഠിച്ച ചില അമ്പലങ്ങളിലൊക്കെ ഇവരെ പ്രവേശിപ്പിക്കില്ല അവരെ പ്രവേശിപ്പിക്കില്ല എന്നൊക്കെ അവർ തുടങ്ങി. അപ്പോ ഭക്തന്മാരൊക്കെ ചോദിച്ചു, സ്വാമി എന്താ ഇങ്ങനെ നടക്കണം? അത് അതിന്റെ സ്വഭാവമാണ്, വെട്ടും തോറും മുളയ്ക്കും, തലമുടി പോലെയാണെന്ന്. നീ എത്ര വെട്ടിക്കോളൂ മുളയ്ക്കും, പ്രകൃതിയുടെ സ്വഭാവം അത്. ഇവിടെ ഒന്ന് നിഷേധിക്കും തോറും അത് കയറിയിരിക്കും. അതുകൊണ്ട് പ്രകൃതി ധർമ്മത്തിനെ അന്യഥാ ചെയ്യാൻ ആർക്കും പറ്റില്ല. പ്രകൃതിയെ പ്രകൃതിയായിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് വിട്ടുകളയണതിന് പേരാണ് വൈരാഗ്യം. വൈരാഗ്യം ഉള്ളവന് ഒന്നിലും ഭയമില്ല. ഒന്നിലും നമുക്ക് ഇത് ധർമ്മമുണ്ട്, ഞാൻ ഇത് ചെയ്യണം, നാട് നന്നാക്കണം, ലോകം നന്നാക്കണം, കുടുംബം നന്നാക്കണം, ഇല്ലെങ്കിൽ എന്റെ ശരീരത്തിനെ നന്നാക്കണമെന്ന് വിചാരിച്ചാൽ പോലും സമാധാനം ഉണ്ടാവില്ല. കാരണം ഇതൊന്നും നിങ്ങൾക്ക് വഴങ്ങണ സാധനമല്ലേ. എനിക്ക് അറിയണ ഒരു വിദ്വാൻ കുറെ രോഗഗ്രസ്തനായിരുന്നു. നല്ല വിൽപ്പവറോടുകൂടെ നല്ല നിഷ്ഠയായിട്ടിരുന്ന് അവസാനം പ്രകൃതി ചികിത്സ, എക്സസൈസ്, യോഗ ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പ്രമേഹം പല രോഗങ്ങളും മാറ്റിയെടുത്തു. എന്നിട്ട് അതിലൊരു വലിയ അഭിമാനമായിരുന്നു അദ്ദേഹത്തിന്. അവസാനം എന്തായെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് അങ്ങോട്ട് വീണിട്ട് 2 കാലും ഫ്രാക്ചറായി, നടക്കാൻ വയ്യ. ഇത് അങ്ങോട്ട് ശരിയാവണമില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഒരു സ്ഥലത്തുനിന്ന് ഓടിച്ചു വേറൊരു സ്ഥലത്ത് പോയിരുന്നു സാധനം. അപ്പോ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഈ പ്രകൃതിയുടെ സ്വഭാവം നമ്മൾ കുറെ മനസ്സിലാക്കും. ഈ പ്രകൃതി എന്ന് പറയണത് ഒരു സ്വതന്ത്ര ശക്തിയാണത്. അതാണ് അതിനെ മായ എന്ന് പറയണത്. അത് നിങ്ങളുടെ വരുതിക്ക് നിർത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് വരുതിക്കൊന്നും നിൽക്കില്ല. കുറച്ചു നേരം ഈ റബ്ബർ പന്ത് അടിച്ചാൽ ചോട്ടിലേക്ക് പോണ പോലെ പോയിട്ട് പിന്നെയും പൊന്തും. നിങ്ങൾ ചവിട്ടി പിടിച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ പിന്നെയും പൊന്തും. അതുകൊണ്ട് പ്രകൃതിയെ ഇല്ലാതാക്കാൻ പറ്റില്ല. പുരുഷനെ അറിഞ്ഞ് പുരുഷന്റെ സ്വരൂപത്തിനെ അറിഞ്ഞിരിക്കുക, അതാണ് വേദാന്തത്തിന് മാർഗം. അപ്പോ ഈ അധ്യായത്തിലെ വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, വൈരാഗ്യം എന്ന് വെച്ചാൽ ഭഗവതിതര വിഷയങ്ങളിലുള്ള രാഗത്തിനെ ഉപേക്ഷിക്കാം. അതിന് 2 വഴിയാണ് വൈരാഗ്യം. ഒന്ന്, ലോകത്തിൽ ദുഃഖം ഉണ്ടെന്ന് കണ്ടാൽ വൈരാഗ്യം വരും. 2, ഭഗവാന്റെ അടുത്ത് ഭക്തി വന്നാൽ വൈരാഗ്യം. അതാണ് ഉത്തമം. ഭാഗവതത്തിൽ ഗോപസ്ത്രീകൾ പറഞ്ഞു, ഈ കൃഷ്ണനോടുള്ള രാഗം കാരണം ഞങ്ങൾക്ക് ലോകത്തിലുള്ള ഒക്കെ വിരാഗം വന്നു. ഇതര രാഗവിസ്മാരണം നൃണാം, ഇതര രാഗവിസ്മാരണം. ഇവന്റെ കഥ കേട്ട് അതിലുള്ള രസത്തില് വീടും കുടുംബമൊക്കെ വിട്ടുപോയി. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യത്തെ അന്തി അച്യുതാഗത. അപ്പൊ ഭഗവത് ഭക്തി വൈരാഗ്യത്തിനുള്ള വളരെ 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 പ്രബലമായിട്ടുള്ള വഴിയാണ്. ഭഗവത് രസം, ഭഗവത് അനുഭൂതി, ഭഗവത് ആനന്ദം ഹൃദയത്തിൽ വരുമ്പോ വിഷയാനന്ദം താനേ വിട്ടുപോകും. സ്തബ്ധോ ഭവതി മത്തോ ഭവതി ആത്മാരാമോ ഭവതി. മറ്റുള്ളതിലൊക്കെ രുചി പോയി പോകും. അതുകൊണ്ട് വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടി ഭഗവാൻ ഈ അധ്യായത്തില് ഉപനിഷത്ത് പ്രസിദ്ധമായ ഒരു ഉദാഹരണത്തിനെ എടുക്കുകയാണ്. ഉപനിഷത്തില് ഒരു ഉദാഹരണം പറഞ്ഞു. തലകീഴായിട്ട് നിൽക്കുന്ന ഒരു വൃക്ഷം. നിങ്ങൾ കുളത്തിന്റെ കരയിൽ പോയി നോക്കിയാൽ, കുളത്തിന്റെ കരയിലിരിക്കുന്ന മരത്തിനെ വെള്ളത്തിൽ നോക്കിയാൽ കാണാം തലകീഴായിട്ട് നിൽക്കുന്നത്.
റിഫ്ലക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് കാണാം തലകീഴായിട്ട് നിൽക്കുന്നത്. ഈ അധ്യായം ഒരു തലകീഴായി നിൽക്കുന്ന മരത്തിന്റെ അധ്യായമാണ്. നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഊർധ്വമൂലം അധഃശാഖം അശ്വത്ഥം പ്രാഹുഃ അവ്യയം ഛന്ദാംസി യസ്യ പർണാനി യഹ തം വേദ സഹ വേദവിത്. വേദം ജാനാതി വേദം വിജാനാതി ഇതി വേദവിത്. നമ്മളെ തമിഴില് പഴയ കാലത്തിലെല്ലാം എന്നാ വേദം പഠിച്ച വാഴ ഇപ്പൊ പാലക്കാട്ടിലെ பெருமைப்பட்டுக்கிறதுக்கு இப்ப நமக்கு யாருமே இல்லை. இப்போ ஊர்ல சொல்லுவா, எங்க ஊர்ல ஒருத்தர் இருக்காரு பெரிய வேத வித்து. அது என்ன வித்தோ அப்படின்னு நினைச்சிட்டு இருந்தோம் நம்மளாம். அது ஒரு வித்து மாதிரி, அது ஒரு வேத வித்தவன் அப்படின்னு. வேதவித் அப்படின்னா வேதத்தை நன்னா தெரிஞ்சின்றவன் அர்த்தம். வேதத்தை உணர்ந்தவன் വേദാർത്ഥവിത് ഇത്യർത്ഥ. അപ്പൊ വേദാർത്ഥം അറിയുക എന്ന് വെച്ചാൽ എന്താ അതിന്റെ പൊരുള്? ഭഗവാൻ പറഞ്ഞത് വേദം ശബ്ദം മാത്രമായിട്ട് അധ്യയനം ചെയ്താൽ വേദത്തിന്റെ ഏകദേശ രൂപമേ ആയുള്ളൂ. വാസ്തവത്തിൽ വേദത്തിനെ അറിഞ്ഞവൻ ആരാണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം, ഈ വിശ്വത്തിന്റെ ആപാതതഃ രൂപം അറിഞ്ഞവനാണ് വേദാർത്ഥം ഗ്രഹിച്ചവൻ. ഈ പ്രപഞ്ചം എന്താണെന്ന് വെച്ചാൽ ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം. ഇതൊരു അശ്വത്ഥമാണെന്നാണ്. അശ്വത്ഥം എന്ന് വെച്ചാൽ അറിയാലോ, പേരാലോ, എന്താ പറയുന്നു, അറിയാലല്ലേ? അറിയാലോ. വട്ടം അല്ലേ? വട്ടം തന്നെയാണോ? അശ്വത്ഥാണോ? വട്ടം അശ്വത്ഥാണോ? നശ്വഹ അശ്വഹ. ശ്വഹ എന്ന് വെച്ചാൽ നാളെ. നശ്വഹ അശ്വഹ, നാളേക്ക് നിലനിൽക്കാത്തത് എന്നർത്ഥം. എന്നുവെച്ചാൽ അടുത്ത ക്ഷണത്തിലേക്ക് നിലനിൽക്കാത്തത് എന്നർത്ഥം. ഈ അശ്വത്ഥം ഉപനിഷത് മന്ത്രം ഊർധ്വമൂലോ വാക്ശാഖ ഏഷോശ്വത്ഥ സനാതനഃ തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവാമൃതമുച്യത്തെ തസ്മിൻ ലോകാശ്രിതാ സർവേ തദുനാത്യേതി കശ്ചന ഏതദ്വൈ തത്. കഠോപനിഷത്ത്. കുറെയൊക്കെ ശാസ്ത്രസംബന്ധമായിട്ട് ഇരിക്കട്ടെ എന്നാണ് ഗ്രന്ഥമൊക്കെ എടുത്ത് തന്നെ വെച്ചുകൊണ്ട് പറയണത് ഇവിടെ. ഈ മന്ത്രത്തിനെയാണ് ഭഗവാൻ ഇവിടെ എടുത്ത് ശ്ലോകരൂപത്തില് അർജുനനോട് പറയണത്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഉപദേശിക്കുമ്പോഴും വേദപ്രമാണത്തോടുകൂടെയാണ് ഉപദേശിക്കണതെന്ന് അറിയണം. ഗീതയിലെ പല ശ്ലോകങ്ങളും ഉപനിഷത്ത് പ്രസിദ്ധമായ മന്ത്രങ്ങളാണ്, അല്ലാതെ സ്വതന്ത്ര കൽപ്പനകളല്ല. അതുകൊണ്ട് ഏഷോശ്വത്ഥ സനാതനഃ ഊർധ്വമൂലം അവാക്ശാഖം ഏഷോശ്വത്ഥ സനാതനഃ. ഈ ഉപനിഷത്ത് മന്ത്രത്തിന് ഭാഷ്യം വളരെ ഗംഭീരാണ്. കഠോപനിഷത്തിന് ഞാൻ ആ ഭാഷ ആദ്യം വായിക്കാം. ആ ഭാഷയുടെ മാധുര്യം നിങ്ങൾ നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഊർധ്വമൂലം, ഊർധ്വം മൂലം യത്തദ് വിഷ്ണോഹോ പരമം പദം അസ്യേതി സോയം അവ്യക്താദി സ്ഥാവരാന്ത സംസാരവൃക്ഷഃ ഊർധ്വമൂലഃ. വൃക്ഷശ്ച വൃശ്ചനാത്. വൃക്ഷം എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെട്ടിക്കളയാവുന്നത് എന്നർത്ഥം. വേണമെങ്കിൽ നിങ്ങൾക്ക് വെട്ടിക്കളയാവുന്നത്. അവിഛിന്ന ജന്മജരാമരണ ശോകാദി അനേക അനർത്ഥാത്മക. നോക്കൂ, ഈ സംസാരം, നമ്മളുടെ വേൾഡ്, ദ സോ കോൾഡ് വേൾഡ്ലി എക്സ്പീരിയൻസ്, അതിന്റെ ഒരു ചിത്രം ശ്രീശങ്കര ഭഗവത്പാദർ ആചാര്യസ്വാമികളുടെ വാക്കിന്റെ മാധുര്യം, ഗാംഭീര്യം ഒക്കെ നമുക്കിതിൽ കാണാം.
അവിച്ഛിന്ന ജന്മ ജരാമരണ ശോകാദി അനേക അനർത്ഥാത്മക. ഈ ലോകം എന്താണെന്ന് വെച്ചാൽ മുടിവില്ലാത്തതായ അനുഭവങ്ങളാണ് ഇവിടെ. ജന്മം, ജരാമരണം. അനേക അനർത്ഥാത്മക. പ്രതിക്ഷണം അന്യഥാ സ്വഭാവ. മായാ മരീചി ഉദക ഗന്ധർവ നഗരാധിപത് ദൃഷ്ടനഷ്ടസ്വരൂപത്വാത് അവസാനേ ച വൃക്ഷവത് അഭാവാത്മക. കദളീസ്തംഭവത് നിസ്സാരഃ. അനേകശത പാഖണ്ഡ ബുദ്ധിവികൽപാസ്പദ തത്വജിജ്ഞാസുഭിഃ അനിർധാരിത ഇദം തത്വഃ വേദാന്ത നിർധാരിത പരബ്രഹ്മ മൂലസാരഃ. അവിദ്യാ കാമകർമ്മ അവ്യക്ത ബീജപ്രഭവഃ. അപരബ്രഹ്മ വിജ്ഞാന ക്രിയാശക്തി ദ്വയാത്മകഃ. ഹിരണ്യഗർഭാങ്കുരഃ സർവപ്രാണിലിംഗ ഭേദസ്കന്ധഃ. തത്തൃഷ്ണാജലാസേകോദ്ഭൂത ദർപ്പഃ. ബുദ്ധീന്ദ്രിയ വിഷയപ്രവാളാങ്കുരഃ. ശ്രുതി സ്മൃതി ന്യായ വിദ്യോപദേശ പലാശഃ. യജ്ഞദാനതപാദി അനേക ക്രിയാസു പുഷ്പഃ. സുഖദുഃഖ വേദന അനേക രസഃ. പ്രാക് പുണ്യജീവി അനന്തഫലഃ. പ്രാണ്യ ഉപജീവി അനന്തഫലഃ. തത്തൃഷ്ണാസലിലാവസേക പ്രരൂഢ ജടിലീകൃത ദൃഢബദ്ധമൂലഃ. സത്യനാമാദി സപ്തലോക ബ്രഹ്മാദി ഭൂത പക്ഷികൃത നീഡഃ. പ്രാണി സുഖ ദുഃഖ ഉദ്ഭൂത ഹർഷ ശോക ജാത നൃത്യ ഗീത വാദിത്ര ശ്വേളിതാസ്ഫോടിത ഹസിത ആകൃഷ്ട രുദിത ഹാ ഹാ മുഞ്ച മുഞ്ചേത്യാദി അനേക ശബ്ദകൃത തുമുലീഭൂത മഹാരവഃ. പല ദുഃഖങ്ങളുണ്ട് ഇവിടെ. അതിന്റെ നടുവിൽ ആചാര്യസ്വാമി പറഞ്ഞു, ഇവിടെ ആളുകൾ മരിക്കണു, ജനിക്കണു, പലവിധ യജ്ഞങ്ങളും ദാനങ്ങളും ഒക്കെ നടക്കണു, പലവിധത്തിലുള്ള സർജറിയും ഓപ്പറേഷനും ആത്മഹത്യയൊക്കെ നടക്കണു. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറെ TV സീരിയൽ, കുറെ എന്റർടൈൻമെന്റ് അതുമുണ്ടെന്നാണ്. ഹാ ഹാ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പലവിധത്തിലുള്ള രസങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് തുള്ളുകയും പാടുകയും. പോപ്പ് മ്യൂസിക് അല്ലേ, പേര് തന്നെതാണ്. പുണ്യ മ്യൂസിക് അല്ലാന്നർത്ഥം, പാപ്പ് മ്യൂസിക് എന്നാണ്. അതുമൊക്കെ ആയിട്ട് ഇങ്ങനെ തുള്ളലും അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടെന്നാണ്. അങ്ങനെ വേദാന്ത വിഹിത ബ്രഹ്മാത്മദർശന അസംഗശസ്ത്രകൃത ഉച്ഛേദ. ഈ വൃക്ഷത്തിന്റെ വേര് പെട്ടണമെങ്കിൽ ഒരു വാളുണ്ടെന്നാണ്. അതാണ് നമ്മൾ ഇനി ഗീതയിൽ കാണാൻ പോണത്. അസംഗശസ്ത്രം. ഏഷ സംസാര വൃക്ഷ അശ്വത്ഥ അശ്വത്ഥവത് കാമകർമ്മ വാതേരിത നിത്യപ്രചലിത സ്വഭാവ. ആലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, ഇളകിക്കൊണ്ടേയിരിക്കും അല്ലേ, ഇല ഉതിർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ നിലനിൽപ്പില്ലാതെ നിത്യപ്രചലിത സ്വഭാവ. അങ്ങനെയുള്ള ഈ അശ്വത്ഥ കൽപ്പന, അതാണ് ഈ അധ്യായം. ഇപ്പൊ നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലയോ എന്നുള്ള കാര്യം വേറെ, നമ്മളുടെ ജീവിതമാണത്. ഈ വൃക്ഷത്തിന്റെ മൂലം മുകളിലും തടി നടുക്കും ശാഖകളൊക്കെ ചുവട്ടിലും ഫലം പുഷ്പമൊക്കെ ചുവട്ടിലുമാണ്. അതായത് ഇതിന്റെ മൂലം അകത്തും ഇതിന്റെ അനുഭവങ്ങളൊക്കെ പുറത്തുമാണ്. ഇഫക്റ്റ് നമ്മൾ കാണുന്നത് ഇന്ദ്രിയങ്ങളുടെ മണ്ഡലത്തിലാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളൊക്കെ അതിന്റെ ശാഖകളാണ്, അനുഭവങ്ങളൊക്കെ അതിന്റെ ഫലാണ്. ഛന്ദാംസി യസ്യ പർണാനി, വേദങ്ങൾ അതിന്റെ ഇലകളാണെന്നാണ്. വേദങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഉപനിഷത്തല്ല, കർമ്മകാണ്ഡ വേദഭാഗങ്ങള് ഈ സംസാര വൃക്ഷത്തിന്റെ ഇലകളാണ്. എന്തിനാന്ന് വെച്ചാൽ സംസാരത്തിനെ പോഷിപ്പിക്കാനായിട്ടാണ് ഈ കർമ്മകാണ്ഡ വേദഭാഗങ്ങളൊക്കെ. സംസാരത്തിലുള്ള പല ദുഃഖങ്ങൾക്കും പരിഹാരം കാണാനും അതിനൊന്ന് സമാധാനം കാണാനും കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവാനും മഴ പെയ്തിട്ടില്ലെങ്കിൽ മഴ പെയ്യാനും ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ മോഡേൺ സയൻസ് തന്നെ ദാറ്റ് വിച്ച് ഹെൽപ്സ് യു, അതൊക്കെ തന്നെ ഈ ലോകത്തിന്റെ ഉള്ളില്, ലോക ജീവിതത്തിന്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ഒരു സമാധാനം ഉണ്ടാക്കി തരാനുള്ള ശാസ്ത്രങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് അതൊക്കെ ഇതിന്റെ ഇലകളാണെന്നാണ്. അതൊക്കെ ഇതിന്റെ ഇലകളാണ്. ഈ വൃക്ഷത്തിന്റെ വേര് വെട്ടണില്ല, അതിന് പകരം ഇതിനകത്ത് തന്നെ അല്ലേ. ഇപ്പൊ സ്വപ്നത്തിൽ ദുഃഖം ഉണ്ടാവുമ്പോൾ സ്വപ്നത്തിൽ പരിഹാരം പോലെ,
സ്വപ്നത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിട്ടാൽ ആത്യന്തിക പരിഹാരമായി. പക്ഷെ നമ്മൾ എഴുന്നേക്കാൻ കൂട്ടാക്കില്ല, അതിനകത്ത് തന്നെ പരിഹാരം വേണം. അതുകൊണ്ട് വേദങ്ങൾ ഇതിന്റെ ഇലകളാണ്. ആകെ മൊത്തം ഈ ലോക ജീവിതത്തിനെ മനസ്സിലാക്കിയവൻ വേദത്തിനെ മനസ്സിലാക്കിയവനാണ്. എന്തെങ്കിലും പുസ്തകം പഠിച്ചിട്ട് കാര്യമില്ല, ജീവിതത്തിനെ പഠിക്കേണ്ടിയിരിക്കണം. ജീവിതത്തിനെ വിട്ടുനിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിന്റെ ഉള്ളിൽ പോയി അതിൽ പഠിക്കാൻ പറ്റില്ല. സാക്ഷിയായിട്ട് നിന്നാലേ പഠിക്കാൻ നോക്കുകയുള്ളൂ. സാക്ഷിയായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ വേര്, മൂലമായ വേര് എവിടെയാന്ന് വെച്ചാൽ കാണാനില്ല. പല പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇതിനൊക്കെ അതാണോ കാരണം, ഇതാണോ കാരണമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഭാഗവതത്തിലെ ഒരു ഭിക്ഷുവിന്റെ കഥ പറയും. അയാൾ വലിയ പണക്കാരനായിട്ടിരുന്ന ആളാണ്. അപ്പോഴൊന്നും സമാധാനം ഉണ്ടായില്ല. വലിയ ബംഗ്ലാവ് ഉണ്ടായിരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, സമാധാനം ഉണ്ടായില്ല. അവസാനം ഒരു കാലത്തിൽ ഭിക്ഷുവായിട്ട് തീർന്നു. എങ്ങനെ ഭിക്ഷുവായെന്ന് വെച്ചാൽ പ്രകൃതിയുടെ സ്വഭാവമാണത്. ആർക്കും കൊടുത്തുമില്ല, താനും അനുഭവിച്ചില്ല. പണമൊക്കെ ഓരോ വഴിക്ക് പോയി. നാട്ടുകാർക്കൊക്കെ ഇയാളോട് വെറുപ്പാണ്. ആ ഘട്ടത്തിലാണ് ഇയാൾക്ക് ജ്ഞാനം ഉണ്ടാവണത്. നോക്കൂ, നാരായണീയം പഠിച്ചിട്ടുള്ളവർക്ക് ഈ കഥ അറിയാം. ആ കഥ മുഴുവൻ ഭട്ടതിരി ഒറ്റ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. കശ്ചിത് ക്ലേശാബ്ജിതാർത്ഥ ക്ഷയവിമലമതിർനുദ്യമാനോ ജനൗഘൈഃ പ്രാഗേവം പ്രാഹവിക്പ്രഹ ന ഖലു മമ ജനാഃ കാലകർമ്മഗ്രഹാവാം ചേതോ മേ ദുഃഖഹേതുഃ തദിഹ ഗുണഗണം ഭാവയൻ സർവകാരീതി ഉക്ത്വാ ശാന്തോ ഗതഃ ത്വം മമ ച കുരു വിഭോ താദൃശീം ചിത്തശാന്തിം. ഈ ഭിക്ഷു ജീവിതത്തിലുള്ള ദുഃഖങ്ങളൊക്കെ കണ്ട് അവസാനം ഭിക്ഷുവായിട്ട് സന്യാസിയായിട്ട് വരിക. സന്യാസിയായിട്ട് വരുമ്പോൾ നാട്ടുകാരൊക്കെ അയാളെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ഒക്കെ ചെയ്തു. ആദരിക്കുകയും ബഹുമാനവും ഒക്കെ ചെയ്താൽ സന്യാസത്തിന് ഫലം പോയി ഇത്രേ. മഹാഭാരതത്തിൽ പറഞ്ഞ അസമ്മാനാ തപോവൃദ്ധി സമ്മാനാത്തു തപക്ഷയ. അപ്പോ ഈ സന്യാസിയായിട്ട് വന്നപ്പോ ആട്ടുകാർ കല്ലെടുത്തെറിയും. ഇയാൾ ഭിക്ഷ എടുത്തുകൊണ്ട് വന്ന ഭിക്ഷാപാത്രത്തില് പിള്ളേർ മലമൂത്ര വിസർജനം ചെയ്യുകയും, ഈ ത്രിദണ്ഡിയായ ഭിക്ഷുവാണ്, ഇയാളുടെ ദണ്ട് പിടിച്ചു വാങ്ങി പൊട്ടിച്ചു കളയുകയും പല വിധത്തിൽ ഉപദ്രവം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇദ്ദേഹം വളരെ പ്രശാന്തമായിട്ട് സമാധാനമായിട്ട് ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇയാളുടെ അടുത്ത് ഇദ്ദേഹത്തിന്റെ മഹിമ കണ്ട വേറെ ചില സന്യാസികൾ ചോദിച്ചു, അങ്ങേക്ക് എന്തേ ഈ ബുദ്ധിമുട്ട് വരാൻ കാരണം? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് ആര് പറഞ്ഞു? എനിക്ക് ഒരു ദുഃഖമില്ല, ശാന്തം. ഞാൻ സമാഹിതനാണ്, എനിക്ക് സമാധിയുണ്ട് ഉള്ളില്. ഞാൻ ആത്മാവിൽ മനസ്സിനെ സമാധി ചെയ്തിരിക്കണു, സമാഹിതമാക്കിയിരിക്കണു. എനിക്ക് ആത്മാനുഭവം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ദുഃഖമേ ഇല്ല. ഈ ജനങ്ങളൊക്കെ ഉപദ്രവിക്കണമല്ലോ. ജനങ്ങൾ എന്റെ സുഖത്തിനോ ദുഃഖത്തിനോ കാരണമല്ല. ജനങ്ങളാണ് എന്റെ സുഖദുഃഖത്തിന് കാരണമെങ്കിൽ പണ്ട് എനിക്ക് ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ സുഖമായിട്ട് ഇരിക്കണമായിരുന്നു. അന്നൊന്നും ഞാൻ സുഖമായിട്ടിരുന്നില്ല. ഇപ്പൊ എനിക്ക് ആരുമില്ല, എനിക്ക് ഒരു ദുഃഖമില്ല. നായം ജനോമേ സുഖദുഃഖഹേതു ന ദേവതാത്മാ ഗ്രഹകർമ്മകാലാഹ. ചിലപ്പോഴൊക്കെ ദുഃഖം വരുമ്പോ ആളുകൾ പറയും, ദുഃഖം എത്രയൊക്കെ കേട്ട ആളുകളൊക്കെ ആണെങ്കിലും ദുഃഖം വരുമ്പോൾ ഒരു ശങ്കയാണ്. അത് ഞങ്ങളുടെ വീട്ടില് ഒരു പാമ്പിന്റെ ഒരു വിഗ്രഹം കൊണ്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഈ ദുഃഖം. പോ ഒരു പ്രശ്നം വരുമ്പോൾ ആലോചനയാണ്, അത് ആരോ ഒരു കല്ല് തന്നിട്ട് അത് പൂജിക്കാൻ പറഞ്ഞു, അത് വീട്ടിൽ വെച്ചത് കൊണ്ടാണോ? ദേവതാ കോപാണോ? ചിലരൊക്കെ അതുകൊണ്ട് പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് ഇതാണ് ഞങ്ങളുടെ മൂലക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചു വരും, അന്വേഷിച്ച് വിളിച്ചോണ്ട് വരും. ചിലപ്പോഴൊക്കെ എന്താണെന്ന് വെച്ചാൽ വിശ്വാസം ശ്രദ്ധ ഉള്ളിൽ വരണ്ടല്ലോ അല്ലേ, അതുകൊണ്ട് പ്രസാദം ഉണ്ടായി കാര്യം നടക്കുകയും ചെയ്യും. ഇവിടെ ഈ ഭിക്ഷു പറയണത് ആത്യന്തികമായ കാര്യമല്ല അത്. അതൊക്കെ ഈ ഛന്ദാംസി യസ്യ പർണാനി എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ഭിക്ഷു ഇവിടെ പറഞ്ഞു, ഒരു ദേവതയും എന്നോട് കോപിച്ചില്ല, ന ദേവത. പിന്നെ പറയണത് ഈ ചൊവ്വ നിൽക്കുന്ന സ്ഥലം ശരിയില്ല, ശനി ഇപ്പൊ 7:30 ശനിയാണ് നിങ്ങൾക്ക്. നമ്മുടെ ഈ ഭാഗവതം പറയണ വൈദ്യലിംഗ ശർമ്മ മാഷ് പറയും, ട്രെയിനിൽ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എളുപ്പ വഴി എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, നിൽക്കുകയാണത്ര ഒരാള്,
അപ്പോ സീറ്റ് കിട്ടുന്നില്ല എന്നാണ്. ആരും കൊടുക്കണില്ല, വേണമെങ്കിൽ ഇത്തിരി ഒതുങ്ങിയിരുന്ന സീറ്റൊക്കെ കിട്ടും. അപ്പൊ നിന്നിട്ട് മുമ്പിലിരിക്കുന്ന ആളോട് ചോദിച്ചു, അത്ര എന്താ നക്ഷത്രം എന്ന് ചോദിച്ചു. ഈ ചോദ്യം ഒന്നും അറിയണ്ട, അങ്ങനെ എണ്ണിയാൽ മതി. അപ്പൊ എന്താ? ഒന്നുമില്ല, ഇരിക്കൂ സ്വാമി. സ്ഥലമൊക്കെ മാറ്റിക്കൊടുത്തു. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവർക്ക് സുഖം വേണം, സമാധാനം വേണമെന്നുണ്ട്. ഇവിടെ പ്രശ്നം ഉണ്ടെന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഈ ചൊവ്വയെ കൊണ്ടാണോ ശനിയെ കൊണ്ടാണോ ഇത് മാറിയാൽ ശരിയാവുമോ കാര്യം അറിയാനുള്ള നമ്മളുടെ ജിജ്ഞാസ അവിടെയൊക്കെ പ്രവർത്തിക്കും അല്ലേ? നോക്കൂ, നമുക്ക് സുഖം സമാധാനം വേണമെന്നുള്ളതുണ്ട്. അതുകൊണ്ട് ഇത് അപ്പൊ ഈ ഭിക്ഷു പറഞ്ഞു, ന ഗ്രഹമൊന്നുമല്ല, കർമ്മം കൊണ്ട്, കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് അറ്റ്ലീസ്റ്റ് ഒരു സ്പിരിച്വൽ സയൻസ് ആണത്. അതിനെ പോലും ഈ ഭിക്ഷു നിഷേധിക്കുകയാണ്. കർമ്മമാണ് കാരണം എന്ന് പറഞ്ഞാലും ഇപ്പൊ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല അല്ലേ? കർമ്മം എന്ന് പറഞ്ഞാലും അനുഭവം തന്നെയല്ലേ? കർമ്മം കൊണ്ട് എന്തോ വന്നു, അനുഭവമുണ്ട്. ഈ ഭിക്ഷു പറയുന്നത് കർമ്മമൊന്നുമില്ല. ഇതിനൊക്കെ മൂല കാരണം ചിത്തമാണ്, അവിദ്യയാണ്, മനസ്സാണ്. അതാണ് പറയണത് ഇത് സുഖം, ഇത് ദുഃഖം, ഇങ്ങനെയായ സുഖം, ഇങ്ങനെയായ ദുഃഖം എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കണത് ഇതാണ്. ഞാൻ അതിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചിരിക്കണമെന്നാണ്. ത്യക്ത്വാ ശാന്തോഗത. അദ്ദേഹം പറയണത് ഈ മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അല്ലേ, ഞാനതങ്ങോട്ട് ഉള്ളില് കൊടിലിട്ട് എടുത്ത് പുറത്ത് കളഞ്ഞിരിക്കണമെന്ന് ജനകൻ പറഞ്ഞതാണ്. ഗുരു അനുഗ്രഹം കൊണ്ട് ആത്മവിചാരമാകുന്ന കൊടിലുള്ളിലേക്കിട്ട് ഈ മനസ്സെന്ന് പറയണ ഒരു തൊണ്ടയിൽ കുടുങ്ങിയ മുള്ള് ഞാന് പറിച്ചു കളഞ്ഞിരിക്കണമെന്നാണ്. ഭോക്തൃകളെ കണ്ടകവത് പ്രതീതം. ഉണ്ണാനിരിക്കുന്ന ആളുടെ തൊണ്ടയിൽ കുടുങ്ങിയ എന്തോ മുള്ളു പോലെ ഈ എന്ത് പറഞ്ഞാലും നേരെ തലതിരിച്ച് ഉള്ളുന്ന ഒരാൾ പറയും അല്ലേ? ഇതാണിപ്പോ കുഴപ്പേ. ആ മനസ്സെന്ന് പറയുന്ന ദുർഭൂതത്തിനെ ഞാൻ അങ്ങോട്ട് എടുത്ത് പിഴുതെടുത്ത് പുറത്ത് കളഞ്ഞിരിക്കണു. ഞാനിപ്പോ സമാധാനമായി, ശാന്തോഗത. അപ്പൊ ശാന്തി വേണമെങ്കിലോ ഈ മനസ്സ് എന്ന് പറയുന്ന മൂലം, അതിനെയാണ് ഇവിടെ വേര് വെട്ടണമെന്ന് പറഞ്ഞത്. ഈ സംസാരമാകുന്ന വൃക്ഷത്തിന്റെ വേര് ഈ മനസ്സാണ്. മനസ്സിനെ തന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യ എന്ന് പറയുന്നത് മനസ്സാണ്. അവിദ്യ എന്ന് വെച്ചാൽ ദ പ്രൈമൽ ഇഗ്നറൻസ് വിച്ച് മേക്സ് യു മിസ്അപ്രഹെൻഡ് ദ സെൽഫ്. ആത്മാവിൽ അന്യമായി എന്തോന്നുണ്ടെന്ന് തോന്നിയ അജ്ഞാനത്തിൽ നിന്നാണ് മനസ്സുരുത്തിരിഞ്ഞത്. ആത്മൈവ ഇതം സർവമെന്നറിഞ്ഞ് ബ്രഹ്മനിഷ്ഠന് ഇവിടെ മനസ്സില്ല, ഉള്ളിൽ ചിത്തവൃത്തികളില്ല, വികല്പങ്ങളില്ല, അവിദ്യയില്ല, ഒന്നുമില്ല. അതിലേക്കാണ് നമ്മൾ ആ ഒരു ബലം, എന്താണ് ജ്ഞാനം കൊണ്ട് ഏർപ്പെടേണ്ട ബലം എന്നാണ് പറയണത്. ആചാര്യസ്വാമി പറയണത് ബലം എന്ന് വെച്ചാൽ ഈ ശരീരത്തിന്റെ ബലമൊന്നും പോരാ. വാസ്തവത്തിൽ ആത്മവിതാം സാധനഫലാശ്രയണം ഹി അനാത്മവിതാം സാധനഫലാശ്രയണം ഹി ബലം. ആത്മാവിനെ അറിയാത്തവനെ എന്തെങ്കിലും ചെയ്തിട്ട് ബലം സമ്പാദിക്കണം. വിദ്വാനായിട്ടുള്ളവന് തദ്ബലം ഹിത്വാ വിദ്വാൻ അസാധന ഫലസ്വരൂപ ആത്മവിജ്ഞാനമേവ വിദുഷാം ബലം തദേവ കേവലം ആശ്രയേത്. വിദ്വാന്റെ ബലം ആത്മാ തന്നെയാണ് ബലം. ആത്മാവിനെ ആശ്രയിച്ചിരിക്കണം. അതിനെ ആർക്കും തൊടാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല, അതിലൊന്നും കുറവ് വരാൻ പറ്റില്ല, അത് പൂർണ്ണമാണ്. അതിനെ അറിഞ്ഞവന് അതിന്റെ സ്വരൂപം തന്നെ ബലമാണ്. അതുകൊണ്ട് ഈ വേദാന്ത വിദ്യ കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ ജീവിതത്തിലുണ്ടാവുന്ന കോളും കാറ്റും കൊടുങ്കാറ്റും ഒന്നും നമ്മൾക്ക് ഓയില്ല. അതൊന്നും ഓഞ്ഞടങ്ങി ശമിച്ചിട്ട് നമുക്ക് സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഈ ചുഴലിക്കാറ്റുകളൊക്കെ ഇട്ട് പെരട്ടി അടിക്കുമ്പോഴും അതിന്റെ നടുവിൽ ഒരു കുലുക്കമില്ലാതെ അചലസ്വരൂപനായിട്ടിരിക്കണം. കാരണം ഈ പ്രപഞ്ചം, നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന നിത്യപ്രചലിത സ്വഭാവ. ഇതൊക്കെ ഇപ്പൊ നിങ്ങളോട് പറയാൻ കാരണം ജീവിതാനുഭവം നിങ്ങൾക്കുണ്ട്, ദുഃഖാനുഭവം നിങ്ങൾക്കുണ്ട്, ശാസ്ത്രവും നിങ്ങളുടെ മുമ്പിലുണ്ട്. പിന്നെ പുതിയത് എന്താ ചെയ്യാൻ പോണേ? ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഈ മൈക്കിന്റെ മുമ്പിലിരുന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പുതിയതൊന്നും തരാനില്ല. ആദ്യമായിട്ട് എടുത്തു കളയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തിന്റെ സ്വഭാവത്തിനെയോ ജീവിതത്തിന്റെ സ്വഭാവത്തിനെയോ മാറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ ജപ്പിടി വിദ്യ ഉണ്ട് എന്നുള്ളത് ഉള്ളിന്ന് പോണം. അതായത് ജ്യോത്സ്യം കൊണ്ടോ പ്രശ്നം കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ എല്ലാ മെഡിക്കൽ സയൻസ് കൊണ്ടോ അതൊന്നും വേണ്ടെന്നല്ല. അതൊക്കെ ടെമ്പററി റിലീഫ് തരും, അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളുക. പക്ഷെ പാരമാർത്ഥികമായി ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സമാധാനം ഉണ്ടാവുമെന്ന് ആശ്രയിക്കാൻ കൊള്ളില്ല, ഉപയോഗിക്കാനേ കൊള്ളുള്ളൂ. അതൊക്കെ
ആത്മാവൊഴിച്ച് ഉള്ള ദ്രവ്യങ്ങള്, പദാർത്ഥങ്ങള്, അറിവൊക്കെ തന്നെ ഉപയോഗം ചെയ്യാവുന്നതാണ്, ആശ്രയം ചെയ്യാവുന്നതല്ല. അത് ഉപയോഗിക്കാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ. ഒരു തലവേദന വന്നാൽ മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റില്ല, വിശക്കുമ്പോൾ ഊണ് കഴിക്കാതിരിക്കാൻ പറ്റില്ല, കുറച്ചൊരു എക്സസൈസ് ചെയ്യാതെ, അതൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ ആശ്രയിക്കാൻ കൊള്ളില്ല. ആശ്രയിക്കാനുള്ള ഒരു ആശ്രയത്തിനെയാണ് നമ്മൾ തിരയണത്. ആശ്രയം ആത്മാ മാത്രമാണ്, ഭഗവാൻ മാത്രമാണ്. അതിനെയാണ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ബലം, ഒരു ഊക്ക് നമ്മളുടെ ഉള്ളിൽ വരണത്. ആ ഊക്ക്, ആ ബലം എന്ന് പറയുന്നത് ശരീരത്തിന്റെയോ മനസ്സിന്റെയോ അല്ല, അന്തര്യാമിയുടെയാണത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളത് യു ആർ റീ ഓണിങ് വാട്ട് ഈസ് ഇറ്റേണലി യുവേഴ്സ്. നിങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടണില്ല. കാരണം കിട്ടുന്നതൊക്കെ പോയി പോകുവേ. കിട്ടുന്നത് ശരീരം കൊണ്ട് കിട്ടുന്നതാണ്, ഹെൽത്ത് പോയി പോകും. മനസ്സുകൊണ്ട് കിട്ടുന്നത് പോയി പോകും. ഇത് കിട്ടുന്നതല്ല, നിങ്ങളുടെ ഉള്ളിലുള്ളതാണ്. നിങ്ങൾക്കറിയാം ഇവിടെ ഒരു കുഴപ്പമില്ല, ഒന്നും പോവാനില്ല, ഒന്നും നശിക്കാനില്ല. ന ജായത്തെ മ്രിയത്തെ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണഃ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ എന്ന സ്വരൂപത്തിനെ അറിഞ്ഞ് അവിടെ നിന്നും കൊണ്ട് ലോകത്തിലെ നിത്യപ്രചലിത സ്വഭാവ, അതൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിന്റെ സ്വഭാവത്തിനെ ഭഗവാൻ ഇവിടെ പറഞ്ഞു. ഈ സംസാരം എന്നുള്ള വൃക്ഷത്തിനെ ആദ്യം ഹേ അർജുന അറിയാം. ഈ വൃക്ഷമുണ്ടല്ലോ, ഈ വൃക്ഷം അവ്യക്തമൂലപ്രഭവ എന്ന്. ഇതിന്റെ മൂലം എവിടെയാണെന്ന് അന്വേഷിച്ച ആർക്കും പിടികിട്ടില്ല. അവ്യക്തമൂലപ്രഭവ, ഇത് അവ്യക്തത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ഭാഗവതത്തിൽ പറഞ്ഞു, ഭഗവാന്റെ നാഭിയിലാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അല്ലേ? അത് എല്ലാവർക്കും അറിയാം അല്ലേ? അനന്തപത്മനാഭസ്വാമിയുടെ നാഭിയില് ബ്രഹ്മാവ് കമലജൻ ഇരിക്കണം. ഇനിയിപ്പോ ഭഗവാന്റെ നാഭി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഭാഗവതം തന്നെ പറഞ്ഞു, നഭയേവ നാഭി. ആകാശമാണത്രേ ഭഗവാന്റെ നാഭി. നഭയേവ നാഭി എന്നാണ്. അപ്പൊ ആകാശത്തിലുണ്ടായ ഒരു കുസുമത്തിൽ ജനിച്ച ആളാണ് ഈ ബ്രഹ്മാവ് എന്നാണ്. ആകാശകുസുമജൻ. ആകാശകുസുമം എന്ന് വെച്ചാൽ ഇല്ലാത്ത സാധനങ്ങൾക്ക് ഉദാഹരണമാണ് അതൊക്കെ. അപ്പോ പൂർവസൃഷ്ടികർത്താവായവൻ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഭഗവാൻ ബ്രഹ്മാവിനോട് ഉപദേശിച്ചു കൊടുക്കുന്നതും ഭാഗവതത്തിൽ അതാണ്, ബ്രഹ്മാവെ നീ ഉണ്ടായിട്ടില്ല കേട്ടോ എന്നാണ്. ബ്രഹ്മാവ് ചോദിച്ചു, ഭഗവാനെ ഞാനിതാ ഉണ്ടായിരിക്കണമല്ലോ, ഞാൻ ആരാണെന്ന് ചോദിച്ചു. നീ ഉണ്ടായാലല്ലേ ഞാൻ ആരാണെന്ന് ചോദിക്കാം. നീ ഉണ്ടായിട്ടില്ല, ഞാനേ ഉള്ളൂ ഇവിടെ. അഹമേവാസമേവാഗ്രേ നാന്യദ്യത് സദസത്പരം പശ്ചാദഹം യഥേതച്ഛ യോവശിഷ്യേത സോസ്മ്യഹം. ബ്രഹ്മാവേ നീ ഉണ്ടായിട്ടില്ല. ഞാനിനിയിപ്പോ ഈ ലോകമൊക്കെ ഉണ്ടാക്കില്ലേ? എടോ താനേ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോ പിന്നെ താൻ ലോകം എവിടെ നിന്ന് ഉണ്ടാക്കും? പിന്നെ ഞാൻ ആരാ ഭഗവാന്? ഞാൻ തന്നെയാണ് നീ. ത്വമേവാഹം വിചക്ഷ്വഭോഹോ. ഇത് പറയാനാണ് ഒരു ഗുരു. ശിഷ്യൻ അജ്ഞാനത്തിൽ കിടക്കുന്ന ശിഷ്യന്റെ അടുത്ത് പറയാണ്, ത്വമേവാഹം വിചക്ഷുഭോ നനൗ പശ്യന്തി കവയഃ ഛിദ്രം ജാതുമനാഗപി. ഒരു ഗുരുനാഥൻ ശിഷ്യന്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ് ഭാഗവതത്തില്, തനിക്കും എനിക്കും നടുവിൽ ഒരു കടുക് വെക്കാനുള്ള സ്പേസ് പോലും ഇല്ല അപ്പ എന്നാണ്. നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ. അഹമേവ ത്വം ത്വമേവ അഹം. രണ്ടില്ല അപ്പ അവിടെ. രണ്ടുണ്ട് എന്നുള്ളത് തന്റെ ഒരു ഭ്രമം മാത്രമാണ്. ആ ഭ്രമം അങ്ങോട്ട് കളയുക. ഒന്നേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം. ഇവിടെ ഒന്നും സൃഷ്ടിക്കപ്പെടുകയോ നിലനിൽക്കുകയോ ഒക്കെ ചെയ്യണുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെ ആ പൂർണ്ണ വസ്തു പരമേശ്വരൻ തന്നെ അനേക നാമരൂപങ്ങളോടുകൂടെ തോന്നി ലയമാവുകയാണ്. ഈ വൃക്ഷത്തിന്റെ മൂലം അവ്യക്തത്തിലാണ്. അവ്യക്തത്തിൽ നിന്ന് അനേക നാമരൂപങ്ങളോടുകൂടി ഈ വൃക്ഷം വരണു. ഇതിന്റെ മൂലത്തിനെ അറിയാത്തവൻ, ഇതിന്റെ ഏകത്വം അദ്വൈതജ്ഞാനം ഉണ്ടാവാത്തിടത്തോളം ഈ വൃക്ഷം, ഈ സംസാരം എന്ന് പറയുന്നത് അനേക കൽപ്പനകൾ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ദുഃഖിപ്പിക്കും. ഇല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു അറിവ് നമുക്ക് പ്രകാശിച്ചിട്ടില്ലെങ്കിൽ ദുഃഖമാണ് അവിടെ. ഇവിടെ പലതുണ്ടല്ലോ. ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽബതമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കിലിഹ നാരായണായ നമഃ.
ഇതൊക്കെ പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ വീട്ടിൽ ദിവസം പാടിക്കൊണ്ടിരുന്നതാണ്. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം താനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. ഉപനിഷത്താണ്. അപ്പൊ ഈ സംസാരമെന്ന് പറയുന്ന വൃക്ഷം, ഈ സംസാരവൃക്ഷം നഹി സംസാരവൃക്ഷാത് അസ്മാത് സമൂലാത് ജ്ഞേയഃ അന്യഃ അണുമാത്രഃ അപി അവശിഷ്ടഃ അസ്തി. അതഃ സർവജ്ഞഃ സയോ വേദാർത്ഥവിദ് ഇത് സമൂലവൃക്ഷജ്ഞാനം സ്തൗതി. ഈ സംസാരവൃക്ഷത്തിന്റെ മൂലം അറിയണമെങ്കിൽ അതിന്റെ ബീജം അറിയണം. ഒരു വിത്താണ് വൃക്ഷമായിട്ട് നിൽക്കുന്നത് അല്ലേ? അതുപോലെ ഈ സംസാരവൃക്ഷത്തിന്റെ ബീജം എന്താണ്? ആദിബീജം. തുക്കാറാമിന്റെ ഒരു അഭംഗ് ഉണ്ട്, ആദി ബീജ ഏക ഹേ. ഒരേ ഒരു ഏകമായ ഒരു ബീജം ഭാഗവതത്തില് പ്രഥമസ്കന്ധത്തിൽ തന്നെ വരേണ്ടത് അവതാര ശതൈക ബീജം. ഭഗവാൻ ആരാണെന്ന് വെച്ചാൽ നൂറ്റിക്കണക്കിന് അവതാരങ്ങൾ ഏതൊരു ആദിബീജത്തിൽ നിന്നുണ്ടായോ ആ ബീജം. ആ ബീജം, ആ ഫസ്റ്റ് സീഡിന്റെ എസൻസ് അതിന്റെ കോടി 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 സന്താനങ്ങൾക്ക് ശേഷം ഉണ്ടാവും അല്ലേ? ആദ്യത്തെ ബീജമാണ് ഒരു വൃക്ഷമായി മാറി. ആ വൃക്ഷത്തിൽ നിന്ന് നൂറ്റിക്കണക്കിന് ആയിരക്കണക്കിന് ബീജങ്ങൾ ഉണ്ടായി. ആ ബീജങ്ങളൊക്കെ ഓരോ വൃക്ഷമായിട്ട് മാറി. അതിന്ന് ബീജം ഉണ്ടായി. ഇങ്ങനെ പോയി. ഇതിനൊക്കെ ഒരു മൂലമായ ബീജമുണ്ട്. ആ ബീജം എവിടെ കിടക്കണു എന്ന് വെച്ചാൽ നമ്മളുടെ സ്വസ്വരൂപത്തില് കിടക്കണം. ഈ പ്രപഞ്ചമാകുന്ന, ഈ സംസാരമാകുന്ന അനുഭവം, സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന ഈ അനുഭവം, അദശ്യ ഊർധ്വം പ്രസുതാസ്തസ്യ ശാഖാഃ. ആദ്യം ഈ വൃക്ഷരൂപ കൽപ്പനയിലേക്ക് വരാം നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് നേരെ ഇപ്പൊ പുറത്തേക്ക് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ നോക്കൂ, അടുത്ത ശ്ലോകം നോക്കൂ. അദശ്യോർധ്വം പ്രസുതാസ്തസ്യ ശാഖാഃ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാളാഃ അദശ്യമൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ ന രൂപമസ്യേഹ തഥോപലഭ്യത്തെ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ഛിത്വാ തതഃ പദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തിഃ പ്രസൃതാ പുരാണീ. നോക്കൂ, ഈ പ്രപഞ്ചമെന്ന് പറയുന്ന ഒരു പ്രഹേളികം, നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ഉത്തരം കിട്ടാത്ത ഒരു കിറാമുട്ടി, പലവിധത്തിലും ചോദിച്ചു നോക്കിയാൽ രക്ഷപ്പെടാനുള്ള ദ്വാരമൊന്നും കാണാത്തതായ പലവിധത്തിലുള്ള ദുഃഖത്തിന്റെ ഇരിപ്പിടം. ഈ സംസാരം എന്ന് പറയുന്ന ദുഃഖം അധശ്ച ഊർധ്വം ച പ്രസൃതം. ഈ വൃക്ഷത്തിന്റെ ശാഖകൾ മേപ്പോട്ടും ചുവട്ടിലേക്കും ഈ ആലിന്റെ വേര് എവിടേക്ക് ഉണ്ടാവും ഒന്നും പറയാൻ വയ്യ, സർവത്ര വ്യാപിച്ചു കിടക്കും. അതുപോലെ ഈ അജ്ഞാനം എന്ന് പറയുന്ന മൂല ഉണ്ടല്ലോ, വേര്,
അത് അവ്യക്തം, അവ്യക്തനാമിനി പരമേശ്വര ശക്തി. ആ അവ്യക്തം നമ്മളുടെ ഉള്ളിൽ മുഴുവൻ രൂഢമൂലാണ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ച് സമാധാനമാവണം എന്നൊക്കെ നോക്കുമ്പോൾ അതിങ്ങനെ ഈ ആല് വെട്ടുംതോറും മുളച്ചോണ്ടിരിക്കണ പോലെ ഈ സംസാരത്തിൽ പ്രശ്നങ്ങളും ദുഃഖങ്ങളും മുളച്ചോണ്ടേയിരിക്കും അല്ലേ? ഇപ്പൊ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. കിണറ്റിന്റെ വക്കത്തൊക്കെ മുളയ്ക്കും. നല്ലവണ്ണം വെട്ടി വിട്ട് കഴിഞ്ഞാൽ പോയി എന്ന് വിചാരിക്കും. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടോ എന്ന് തലവടി. ഒരു പ്രശ്നം അവസാനിപ്പിച്ചാൽ വേറെ ഒരു പ്രശ്നം, ഒരിടത്ത് ചവിട്ടിയാൽ വേറെ ഒരിടത്ത് പൊന്തും. അധശ്ച ഊർധ്വം ച പ്രസൃതാഹ തസ്യേ ശാഖാഹ. ചുവട്ടിലും മുകളിലും ഈ ലോകത്തിലും പരലോകത്തിലൊക്കെ പടർന്നു കിടക്കേണ്ടതെന്നാണ്. അതായത് ഇതിനൊരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ അവിടെ ഇതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും. ബ്രഹ്മാവിന്റെ ലോകപര്യന്തം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ പുരാണങ്ങളൊക്കെ പറയണത് ജ്ഞാനികൾ ഉണ്ടെങ്കിൽ ഇന്ദ്രാദി ദേവതകളടക്കം അവരുടെ അടുത്തേക്ക് വരുമത്രേ. ആദ്യമൊക്കെ ഈ ജ്ഞാനിയുടെ ജ്ഞാനത്തിനെ ചലിപ്പിക്കാനായിട്ട് ദേവതകളൊക്കെ നോക്കും. എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടാത്തത് വേറെ ഒരാൾക്ക് കിട്ടിയാൽ ലോകത്തിൽ നമ്മൾ സമ്മതിക്കണില്ല. ഇവരൊക്കെ ഈ ലോകത്തിൽ ജീവിക്കണവർ തന്നെയല്ലേ, അവർക്ക് ഇഷ്ടമല്ല, അവരും വന്ന് ചലിപ്പിക്കത്രേ. എന്നിട്ടും നമ്മൾ ചലിച്ചിട്ടില്ലെങ്കിൽ അവർ പതുക്കെ വന്ന് പരമവിനയത്തോടുകൂടെ ലോകത്തിലുള്ള ആളുകൾ എങ്ങനെ ജ്ഞാനം സമ്പാദിക്കാൻ നിൽക്കണോ അതേപോലെ ആത്മജ്ഞാനിയായി ജീവൻ മുക്തനായ ഒരു പുരുഷനിൽ നിന്നും ഈ ബ്രഹ്മവിദ്യ സ്വീകരിക്കാനായിട്ട് ബ്രഹ്മാദി ദേവതകളൊക്കെ വന്ന് നിൽക്കും എന്ന് പുരാണങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പറയണ്ട. എന്താന്ന് വെച്ചാൽ അവർക്കും ഇതില്ലേ, അവരും കർമ്മത്തിന്റെ ഫലമായിട്ട് എന്തൊക്കെയോ ഊർധ്വലോകം നേടിയവരാണ്. അവിടെയും ദുഃഖമുണ്ട്. മാത്രമല്ല സുഖം അനുഭവിക്കുക എന്ന് പറയണത് തന്നെ ഒരു തരത്തിലുള്ള ഒരു ഫ്രസ്ട്രേഷനാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആശ്ചര്യം തോന്നും. നമ്മളൊക്കെ സുഖിക്കാനല്ലേ ആഗ്രഹിക്കണം, എന്താ ഫ്രസ്ട്രേഷൻ എന്ന് പറയണത്? ഈ ലോകത്തിലെ ഏറ്റവും അധികം സൂയിസൈഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഡെവലപ്ഡ് കൺട്രീസിലുള്ളവരാണ്. അൺഡെവലപ്ഡ് കൺട്രീസിലൊന്നും അത്ര കണ്ട് സൂയിസൈഡ് ഇല്ല. അബോർജിൻസിന്റെ നടുവിലെ സൂയിസൈഡ്സ് ഒക്കെ വളരെ കുറവാണ്. മാനസിക പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത് ഡെവലപ്ഡ് കൺട്രീസിലാണ്. സുഖം, എന്തിനും സുഖമുണ്ട്. ഇന്ദ്രിയ തലത്തിൽ മനുഷ്യനെ നിർത്തിക്കൊണ്ടേയിരിക്കുക അതൊരു തരത്തിലുള്ള ഭയങ്കര ടോർച്ചറാണ്. അതിനൊരു ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഈ പ്രഭാഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടേ പോയി 9 മണിയായി 9:30 10:45 നിങ്ങൾക്ക് ഒരുമാതിരി മതിയാവും. എന്തൊക്കെ സുഖാനുഭവം ഉണ്ടെങ്കിലും ആ ഉറങ്ങണ സമയമാവുമ്പോഴേക്കും നമ്മൾ തളർന്നു അല്ലേ? ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് പോയിട്ട് ഒന്ന് കിടക്കുമ്പോൾ ഒരു സുഖം. എന്താന്ന് വെച്ചാൽ ഈ ഇന്ദ്രിയത്തിന്റെ മണ്ഡലം ഭയങ്കരമായ ഒരു എസ്ട്രേഞ്ച്മെന്റ് ഫ്രം യുവർ സെൽഫ് ആണത്. അതായത് യു ആർ ബീങ് ടേക്കൺ അവേ ഫ്രം യുവർ സോഴ്സ്. അത് കുറെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മതിയാവും. ഇവിടെ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഡാൻസും പാട്ടും അതും ഇതൊക്കെ എനിക്ക് കുറെ കഴിയുമ്പോൾ ഉറങ്ങണം തോന്നും. ഉറക്കം എന്നുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രഹ്മാനുഭവമാണ്. നാച്ചുറൽ ആയിട്ടുള്ളത് നമുക്ക് പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് തന്നെ അൺനാച്ചുറൽ ആയിട്ട് വേണമെന്നല്ല പറയണത്, കോൺഷ്യസ് ആയിട്ട് വേണം. ഉറക്കം നാച്ചുറൽ ആണ്. വേദാന്ത ജ്ഞാനം കൊണ്ടുണ്ടാവുന്ന സമാധി കോൺഷ്യസ് ആണ്. ഉറക്കം എന്ന് പറയുന്നത് നേച്ചർ അഥവാ ഈശ്വരൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ബ്രഹ്മസമ്പത്തിയാണ്. അതുകൊണ്ട് അവിടെ ആവരണമുണ്ട് എന്ന് പറയും. നിങ്ങൾക്കത് അറിയണില്ല. നിങ്ങൾ അതിൽ ഇരുന്നിട്ടും അതിലാണ് ഇരിക്കണത്, അതായിട്ടിരിക്കണു, നമ്മള് ബ്രഹ്മനിഷ്ഠന്മാരായിട്ടിരുന്നു എന്ന് ആർക്കും ഉറങ്ങി എണീറ്റിട്ട് അറിയണില്ല അല്ലേ? നേരെ മറിച്ച് ശ്രവണം ചെയ്ത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് സ്വരൂപനിഷ്ഠനായിരിക്കുന്ന യോഗിക്ക് തന്റെ സ്വരൂപനിഷ്ഠയെക്കുറിച്ച് സന്ദേഹലേശമില്ലാത്ത അനുഭവമുണ്ട്. അതിന്ന് പുറത്തു വരുമ്പോഴും ആ അനുഭവത്തിൽ തന്നെ നിൽക്കണു. ഇതാണ് ഉറക്കത്തിനും നിർവികൽപ്പത്തിനും തമ്മിലുള്ള വ്യത്യാസം. സമാധി എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ സമാധി എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്ത. അപ്പൊ ആ നിർവികൽപ്പജ്ഞാനം ശ്രവണ മനന നിധിധ്യാസനം കൊണ്ട് ഉണ്ടാവണ ജ്ഞാനം പുതിയതായിട്ട് നിങ്ങൾക്കൊരു ജ്ഞാനത്തിനെ തരണില്ല. പക്ഷെ സുഷുപ്തിയിൽ നിങ്ങളൊക്കെ അൺകോൺഷ്യസ് ആയിട്ട് അനുഭവിച്ചല്ലോ, അവിടെ സുഖമുണ്ട്, അൺകോൺഷ്യസ്നെസ്സും ഉണ്ട്. ശ്രവണ മനന നിധിധ്യാസനം കൊണ്ട് ആ സുഖം അങ്ങനെ അൺകോൺഷ്യസ്നെസ് നീങ്ങിയിട്ട് അറിയപ്പെടുകയാണ്.
നിദ്രയുടെ ദോഷമായ ആ അൺകോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, അൺഅവെയർനെസ്, അത് പോകണു. യു ബിക്കം വേക്ക്ഫുൾ ആൻഡ് യു ആർ വാട്ട് യു ആർ. ആവരണം അങ്ങോട്ട് നീങ്ങണു. സ്വരൂപ അനുഭവം നിത്യസിദ്ധമാണ്. ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ വിത്ത് യു. അത് നിങ്ങൾക്കൊന്നും ഈശ്വരനോ ഗുരുവോ ആത്മാവിനൊന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല. അതുണ്ട്. അതിന്റെ സുഖവും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയുകയും അതിന്റെ ആവരണം നീങ്ങുകയും ചെയ്ത് അതിനൊരു വിച്ഛിത്തിയില്ലാതെ ഇന്ററപ്ഷൻ ഇല്ലാതെ അനുഭവിക്കാനുള്ള ഒരു മാർഗമാണ് ഇവിടെ ചെയ്തു തരുന്നത്. പക്ഷെ ഈ അനുഭവത്തിന് മുഖ്യ തടസ്സം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ശ്രദ്ധയെ മുഴുവനും നമ്മളുടെ ജീവിതം തിന്നുകളയും. ജീവിതമാവുന്ന ഈ വൃക്ഷത്തിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. ഗുണപ്രവൃദ്ധ വിഷയപ്രവാളാഹ എന്നാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സുഖമായിട്ടിരിക്കും. അപ്പൊ ആ സുഖത്തിൽ പോയി ആസക്തരാവും. ചിലപ്പോൾ കർമ്മം ചെയ്യണതിൽ ആസക്തരാവും. ചിലപ്പോൾ കിടന്നുറങ്ങിയ ആലസ്യത്തില് മൗഢ്യത്തിലൊക്കെ ആസക്തരാവും. അങ്ങനെയും ആത്മാനുഭവത്തിന് നമ്മൾ തയ്യാറാവില്ല. അതുപോരാ, കുറെ ടി വി കണ്ടു, സിനിമ കണ്ടു, പല വിഷയങ്ങളും ഉള്ളിൽ കയറ്റി. അപ്പോഴും മനസ്സ് സ്വരൂപത്തിൽ നിൽക്കുന്നതിന് പകരം ഈ കണ്ട വിഷയങ്ങളിൽ ഇങ്ങനെ ഓടി 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 ഫ്ലോട്ട് ആയിക്കൊണ്ടേ നിൽക്കും. അപ്പോഴും സ്വരൂപ പ്രച്യുതി വന്നു പോകും. വൃത്തിസാരൂപ്യം എന്നാണ് പതഞ്ജലി ഇതൊരു ദൂഷ്യം പറയണത്. അതായത് നിങ്ങൾക്കൊരു ആ ഉള്ളിൽ ഒരു നല്ല പിക്ചർ വരുമ്പോ നിങ്ങൾ ആ പിക്ചറായിട്ട് മാറുകയാണ്. അതാണ് വിഷയപ്രവാളാഹ എന്ന് പറയുന്നത്. ഇതൊരു ദോഷം. ഇത് ആത്മാനുഭവത്തിനൊരു വിഘ്നാണ്. പല വിഷയങ്ങളെ കാണുമ്പോൾ വിഷിണ്വന്തി സ്വേനരൂപേണ നിരൂപണീയം കുർവന്തി. വിഷയാഹ എന്നുള്ളതിന് ഉള്ള അർത്ഥം തന്നെ, നിരുക്തി തന്നെ അങ്ങനെയാണ്. ഇവനെ തന്റെ രൂപത്തിലാക്കി തീർക്കും. കോപം വരുമ്പോൾ കോപമായിട്ട് തീർന്നു. സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമയിലുള്ള ചിത്രങ്ങളൊക്കെ ഉള്ളിൽ വന്നു, അതായിട്ട് തീർന്നു. ആരെയോ ഇഷ്ടപ്പെട്ടപ്പോ ഇഷ്ടപ്പെട്ട ആളെയെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അതായിട്ട് തീർന്നു. മൊത്തത്തിൽ ഞാനായിട്ടിരിക്കണേ ഇല്ല. അകത്തെ പല രൂപങ്ങള്, ഭാവങ്ങള്, പ്രകൃതി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണു. സത്വഗുണം ഇരിക്കും, അല്ലെങ്കിൽ രജോ ഗുണം ഇരിക്കും, അല്ലെങ്കിൽ തമോ ഗുണം ഇരിക്കും. ഈ മൂന്നിലും നമ്മൾ നിന്ന് പ്രകാശം, പ്രവൃത്തി, മോഹം. ഒന്നില് യു ആർ ഇഫൾജന്റ്, ഓർ യു ആർ വർക്കഹോളിക്, ഓർ യു ആർ gloomy. Either there is gloom or there is radiance or there is torpor. ഈ മൂന്നെണ്ണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മളുടെ ഉള്ളിൽ, അല്ലേ? ഇതാണ് ഗുണം എന്ന് പറയുന്നത്. ഇതും നമുക്ക് ശാന്തിയില്ല, നമുക്ക് നിലയില്ല. അതിലേതെങ്കിലും നിലയുണ്ടോ? ധ്യാനത്തിലും നിലയൊന്നുമില്ല. മെഡിറ്റേഷൻ പ്രാക്ടീസ് ദിവസമായിരുന്നു. ഒരു ദിവസം നല്ല സുഖമായിരുന്നു. അപ്പൊ വിചാരിച്ചു ഇതാ എനിക്ക് കിട്ടി. അടുത്ത ദിവസം രാവിലെ ഇരിക്കുമ്പോൾ ഒന്നുമില്ല, പോയി. അതുപോലെ ഭക്തി, ഒരു ദിവസം എന്തോ ഭക്തി വന്നു, അടുത്ത ദിവസം ഒന്നും വരണില്ല. അതുകൊണ്ടാണ് പറയണത് ഇതൊന്നും ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ലേ. ഇപ്പൊ ഒരു ഭജനയില് ഒരു സുഖം വരണു, അത് ഭക്തന്റെ അനുഭവമാണ് ആ സമയത്തേക്ക്. ഇത് ദിവസം 6 to 8:30 ഭജന എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇയാൾ നടിക്കാനേ പറ്റുള്ളൂ, അല്ലേ? നിങ്ങളുടെ മുമ്പിൽ ഭാവം വരണ പോലെ നടിക്കാം. അത് വന്നാ വന്നു. അത് സത്വഗുണത്തിന്റെ ഉദ്രേകമാണത്, സത്വോദ്രേകമാണ്. സ്നേഹം, പല ഭാവങ്ങള്, ഇതൊക്കെ ജ്ഞാനികളിലും ആവിർഭവിക്കും. പക്ഷെ അവര് അതില് താതാത്മ്യം പ്രാപിക്കാതെ സാക്ഷി മാത്രമായിട്ട് ഇരിക്കും. അദശമൂലാനി അനുസന്ധതാനി. ഇത് നമ്മൾ അധ്യാത്മമായിട്ട് നിൽക്കാന്ന് വെച്ചാൽ വളരെ ഹയർ ഫ്രീക്വൻസിയാണ്. ദ മോർ ആൻഡ് മോർ യു ഗെറ്റ് സെന്റേർഡ്, അതിന്റെ ഫോഴ്സ് കൂടും, സർക്കംഫറൻസിന്റെ. കർമാനുബന്ധീനി മനുഷ്യലോക്കെ. നോക്കൂ, നമ്മളെ ഈ മായ വിടുകയില്ല. എവിടെ പോയാലും എന്തെങ്കിലും ഒരു കർമ്മം തന്ന് നമ്മൾ പിടിച്ച് കെട്ടിയിടും. എന്തെങ്കിലുമൊക്കെ ഇവിടെ പെരുകിക്കൊണ്ടേയിരിക്കും ലോകത്തില്. അതാണ് അധ്യാത്മ ലോകത്തിൽ വന്ന ആളുകൾ നോക്കുക, അവിടെയും പിന്നെയും തുടങ്ങിയിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് പിന്നെയും നാട് നീളെ നടക്കണതുണ്ടല്ലേ, ഇല്ലേ? എന്താന്ന് വെച്ചാൽ അത് വിട്ടില്ല. അങ്ങനെ ഒന്നും മായയുടെ പിടിയിൽ നിന്നും പുറത്തേക്ക് കിടക്കാനുള്ള സൂത്രമൊന്നുമില്ല.
പടയെ പേടിച്ച് പന്തളത്ത് പോയാൽ പന്തം കൊളുത്തിയ പടാന്ന് പറയും. അതുപോലെ നമ്മളെ സംസാരത്തിന്ന് പുറത്തേക്ക് എവിടെ പോകും നിങ്ങള്? എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെറിയ കർമ്മം തുടങ്ങൂ, അതിൽ നിന്ന് പെറ്റുപെരുകി ആ കർമ്മം ബൃഹദാകാരം പൂണ്ട് നിൽക്കും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ സന്യാസലക്ഷണം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. എന്നുവെച്ചാൽ ഈ ജ്ഞാനത്തിന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ആയിട്ട് അത് എല്ലാത്തിനെയും നീക്കിക്കളയും. സന്യാസമാണ് ജ്ഞാനത്തിന്റെ ലക്ഷണം, ജ്ഞാനമാണ് സന്യാസത്തിന്റെ ലക്ഷണം. രണ്ടും ഭാഷ്യകാര വചനത്തിൽ അർത്ഥമുണ്ട്. സന്യാസിക്ക് ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ആത്മജ്ഞാനം ഉണ്ടാവണം. ഒരാൾ സന്യാസിയാണെന്ന് വെച്ചാൽ അയാൾ എങ്ങനെ അറിയാം അയാൾക്ക് ആത്മജ്ഞാനം ഉണ്ടോ, സ്വരൂപാനുഭവം ഉണ്ടോ, സ്വരൂപജ്ഞാന നിഷ്ഠയുണ്ടോ? അതാണ് സന്യാസിയുടെ ലക്ഷണം. ഇനി മറ്റൊരർത്ഥം എന്താന്ന് വെച്ചാൽ ജ്ഞാനിയുടെ ലക്ഷണം തന്നെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ളതൊക്കെ അയാളെന്ന് പതുക്കെ വീണുപോകും. ഈ ജ്ഞാനത്തിന്റെ സ്വഭാവം കർമ്മവിരോധിയാണത്. അത് പതുക്കെ കർമ്മത്തിനെയൊക്കെ ഒതുക്കിക്കളയും. അതുകൊണ്ട് നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ജ്ഞാനത്തിന് പേര് തന്നെ നൈഷ്കർമ്മ്യസിദ്ധി എന്നാണ്. അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇയാളുടെ കർമ്മങ്ങളൊക്കെ തന്നെ നിർത്തിക്കളയും. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ കർമ്മമൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിനക്ക് പക്വമായിട്ടില്ലെങ്കിൽ നീ ഉപേക്ഷിച്ചാൽ അത് നിന്നെ വിട്ടുപോകില്ല. നീ പക്വമായാൽ ഈവൻ ഇഫ് യു ഹണ്ട് ആഫ്റ്റർ ഇറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ്, യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. തേങ്ങ എത്ര ചിരകിയാലും ചിരട്ടയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഇല്ലേ? അത് കൊട്ട തേങ്ങ ആയാലും ഒന്നും ഉണ്ടാവില്ല ഉള്ളിന്. അതുപോലെയാണ്. അപ്പോ കർമ്മം പോണത് എപ്പോഴാന്ന് വെച്ചാൽ അഭിമാനം നിശേഷം ഉള്ളിന്ന് പോയി ബ്രഹ്മനിഷ്ഠ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തനി തങ്കം കൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ ഈ പൂർണ്ണ ജ്ഞാനനിഷ്ഠൻ കർമ്മത്തിന് കൊള്ളില്ല. അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അയാളൊക്കെ സ്വധർമ്മം ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിന്നാൽ പോലും അയാൾക്ക് കർത്തൃത്വം വരില്ല, അഭിമാനം വരില്ല, ചെയ്യാനൊക്കില്ല, വീണു പോയി പോകും. അയാളെ കൊണ്ട് വ്യവഹരിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കും, വലിയ വലിയ മഹാത്മാക്കളൊക്കെ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. അവരുടെ കർമ്മത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അവർ മിണ്ടാതെ ഇരുന്നിട്ടേ ഉള്ളൂ, ചുറ്റും നടക്കും. അതൊരു നിയതി മാത്രമാണ്. ആചാര്യസ്വാമി തന്നെ ഇത് ഭാഷ്യത്തിൽ പറയുന്നുണ്ട്, ചുഴലിക്കാറ്റ് പോലെ അവർ ചിലപ്പോൾ പ്രവർത്തിക്കും, മഴ പോലെ അവർ ചിലപ്പോൾ പ്രവർത്തിക്കും, ഇടിമിന്നൽ പോലെ അവർ ചിലപ്പോൾ പ്രവർത്തിക്കും. പക്ഷെ അവരുടെ പ്രവൃത്തി മറ്റുള്ളവരുടെ പ്രവൃത്തി പോലെയല്ല, ഇൻവോൾവ്മെന്റേ ഉണ്ടാവില്ല. അവർ കാരണം മാത്രമായിട്ട്. ഇപ്പൊ മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ ഇരിക്കണം നോക്കൂ, വെറുതെ ഇരിക്കുകയാണ് തേരോടിച്ചുകൊണ്ട് അല്ലേ? സകല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നതെങ്കിലും അദ്ദേഹം ഒന്നും ചെയ്യാതെ തേരോട്ടി മാത്രമായിട്ട് ഇരുന്നത് ഒരു സിമ്പിളാണ്. മഹാപുരുഷന്മാരൊക്കെ ഇങ്ങനെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അവർ നിൽക്കും, നടുവിൽ നിൽക്കും. അങ്ങനെ അവരുടെ ആ പ്രസൻസ് ഇറ്റ് ഈസ് നെസസറി ഫോർ പ്രകൃതി ടു ഡു സർട്ടൻ തിങ്സ്. അങ്ങനെ ഉള്ള പ്രവൃത്തി നൈഷ്കർമ്മ്യസിദ്ധന്മാരായിട്ടുള്ള ജ്ഞാനികൾ പ്രവൃത്തിയൊക്കെ ചെയ്യും. പക്ഷെ അവര് ഇരിപ്പ് മാത്രമാണ് അവരുടെ സ്വരൂപം. അവർ സദാ സമാധിസ്ഥരാണ്, സമാഹിതരാണ്. അവരുടെ സഹജ നിർവികൽപമായ സമാധി കലഞ്ഞു പോവുകയില്ല. ആ സമാധി സ്ഥിതിക്ക് അവർ കർമ്മം ചെയ്താലും ഭംഗം ഉണ്ടാവില്ല, അവരുടെ മനസ്സുപയോഗിച്ചാലും ഭംഗം ഉണ്ടാവില്ല. ജാഗ്രതത്തിലുള്ള കർമ്മമോ സ്വപ്നത്തിലുള്ള ചിന്തകളോ അവരുടെ ധ്യാനമോ ഉറക്കമോ മൂർച്ഛയോ ഒന്നും തന്നെ അവരുടെ ആത്മപ്രജ്ഞയെ, സ്വരൂപപ്രജ്ഞയെ അല്പം പോലും ഗ്ലാനി പിടിപ്പിക്കാതെ കടന്നുപോകും. അവരുടെ സ്വരൂപപ്രജ്ഞയ്ക്ക് ഒരു ഗ്ലാനിയില്ലാതെ നിന്നുകൊണ്ടിരിക്കും. അതാണ് അവരുടെ ലക്ഷണം. അങ്ങനെ അല്ലാത്തവരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. കർമാനുബന്ധീനി, കർമ്മത്തിൽ ബന്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ മനുഷ്യ ലോകത്തില് ഇവൻ ഒരു പ്രവൃത്തി ചെയ്ത ആ പ്രവൃത്തി അതോടെ നിൽക്കില്ല, പ്രവൃത്തി പെറ്റ് പെരുകിക്കൊണ്ടിരിക്കും. മണി ബ്രീഡ്സ് മണി എന്ന് പറയും, ആക്ഷൻ ബ്രീഡ്സ് ആക്ഷൻ. ഒരു കർമ്മം കർമ്മത്തോടെ നിൽക്കില്ല, അവിടെ തുടങ്ങും നിങ്ങള്, അതങ്ങനെ പോയി എവിടെയോ പോയി നിൽക്കും. ഒരു വലിയ കർമ്മ കലാപം തന്നെ ഉണ്ടാവും. നമ്മളുടെ പിടിയിലൊന്നും നിൽക്കില്ല. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. അപ്പൊ കർമ്മത്തിന്റെ ആ ചുഴറ്റലുണ്ടല്ലോ, കർമാനുബന്ധിനി. നിങ്ങൾ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് ബന്ധിക്കും. അതിൽ ധർമ്മം ഉണ്ടാവും, അതൊരു ബന്ധാണ്. അധർമ്മം ഉണ്ടാവും, അതൊരു ബന്ധാണ്. പുണ്യവും ബന്ധാണ്, പാപവും ബന്ധാണ്.
ഒന്ന് സ്വർണ്ണ ചങ്ങലയാണോ, ഒന്ന് ഇരുമ്പ് ചങ്ങലയാണ്. ഈ ഇരുമ്പ് ചങ്ങല ചിലപ്പോൾ നമ്മൾ അഴിച്ചു കളയും, സ്വർണ്ണ ചങ്ങലയാണെങ്കിൽ അഴിക്കില്ല, ഇരുന്നോട്ടേന്ന് വെക്കും. നല്ലത് ചെയ്യാൻ പുറപ്പെടൂ, ബന്ധത്തിലാവും നിങ്ങൾ. തുക്കാറാം ഒരു അഭംഗത്തിൽ പാടേണ്ട, ഹേ പാണ്ഡുരംഗ, നല്ലത് ചെയ്യണം, സേവ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഇത്ര ബുദ്ധിമുട്ടണമല്ലോ. എന്താന്ന് വെച്ചാൽ ഒരമ്മ നടക്കാൻ വയ്യാതായി, അവർക്ക് എവിടെയോ എണ്ണ വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ ഏതോ ഒരു കടയിൽ എണ്ണ കിട്ടും. ഇദ്ദേഹം പരമഭക്തനായ ഈ സാധു ചെന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. എണ്ണ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തപ്പോ എന്താ ആശ്ചര്യം നടന്നു എന്നറിയില്ല, ഇദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത എണ്ണ തീരണേയില്ല അത്ര അമ്മയ്ക്ക്. ഉടനെ പറഞ്ഞു, അടുത്തുള്ളവരോട് പറഞ്ഞു, തുക്കാറാം എണ്ണ വാങ്ങിച്ചാൽ തീരണേയില്ല എന്ന്. കുറെ കഴിഞ്ഞപ്പോ എന്തായെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉമ്മർത്ത് പാത്രങ്ങളുടെ ലഹള, എടുത്താ തീരാത്ത പാത്രങ്ങൾ. നല്ലത് ചെയ്യാൻ പുറപ്പെട്ടതാണ്. അടുത്ത ദിവസം പാവം കെട്ടുകെട്ടായി പാത്രം കൊണ്ട് കടക്കി പോയിട്ട് വരികയാണ്. അദ്ദേഹം പറയണു, നോക്കൂ, നല്ലത് ചെയ്താലും ബന്ധപ്പെടും, പുണ്യം ചെയ്താലും ബന്ധപ്പെടും. സമൂഹ സേവനം എന്ന് പറഞ്ഞു തുടങ്ങി ആ സമൂഹത്തിന് എന്താ ആരെ കിട്ടുക എന്ന് കാത്തുകൊണ്ടിരിക്കുക നമ്മളല്ലേ. സമൂഹം അവനെ സേവിച്ച് എമ്പക്കം വിടും. കർമാനുബന്ധീനി മനുഷ്യ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. അതാണ് ശ്രുതി പറഞ്ഞത്, ഈ അറിവ് സമ്പാദിച്ചിട്ട് ഉത്തിഷ്ഠത ജാഗ്രത. ക്ഷുരസ്യധാര നിശിതാദുരത്ത്, വാൾത്തലയുടെ മേലെ നടക്കണ പോലെയാണ് പാതെന്ന്. ആളുകൾക്ക് നീ വളരെ നല്ലവൻ, വളരെ നല്ലവൻ എന്ന് പറയും. അതൊരു കള്ളു കുടിക്കണ പോലെയാ. അത് കേട്ടിട്ട് പിന്നെ ഒരു സുഖമുണ്ടല്ലോ. പിന്നെ എല്ലാരും ചവിട്ടി നടക്കും നിങ്ങളുടെ മേലെ കൂടെ. നല്ലവനാണോ ഒന്നും പറയില്ല, ചവിട്ടിക്കോളൂ, ആര് വേണമെങ്കിൽ ചവിട്ടിക്കോളൂ, വളരെ നല്ലവനാണ്. കർമാനുബന്ധീനി മനുഷ്യലോകെ. നിങ്ങളിവിടെ ഏത് കർമ്മം, നല്ല കർമ്മവും നിങ്ങളെ ബുദ്ധിമുട്ടിക്കും, ചീത്ത കർമ്മവും നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, കർത്തൃത്വമില്ലാതെ നിങ്ങളുടെ സ്വധർമ്മം ചെയ്യാം, അഭിമാനമില്ലാതെ നിങ്ങളുടെ യോഗസ്ഥ കുരു കർമാണി. ഏത് കർമാണി? സ്വധർമ്മം. അല്ലാതെ ഇങ്ങനെ പടർന്നു പിടിച്ച് ലോകത്തിലുള്ള കർമ്മമൊക്കെ എടുത്ത് തലയിലിടുന്നത് ഗീതയുടെ ഉപദേശമല്ല. നിങ്ങളുടെ പ്രകൃതിദത്തമായ കർമ്മം ഉണ്ടല്ലോ, ആ കർമ്മം തന്നെ ഒരു ദൂഷ്യാണ്. ആ കർമ്മം പതുക്കെ 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 അഴിച്ചു കളഞ്ഞാലേ നിങ്ങൾക്ക് ശാന്തി, നൈഷ്കർമ്മ്യസിദ്ധി എന്ന് പറയുന്ന ജ്ഞാനുണ്ടാവുള്ളൂ. അതിനൊരു വഴിയാണ് കർമ്മത്തിൽ ജാഗ്രതയായിട്ടിരിക്കുക. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവരവരെന്ത് കർമ്മം ചെയ്യാനാണോ വന്നിരിക്കുന്നത് ആ കർമ്മം ചെയ്യാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. അത് ചെയ്തേ പറ്റൂ. നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ പറഞ്ഞ് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. യദ്യഹങ്കാരമാശ്രിത്യ നയോത്സീതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തി പ്രകൃതി ത്വാം നിയോക്ഷ്യതി. നിങ്ങൾ അവസാനം കണ്ടുപിടിക്കുമത്. ഞാൻ ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ അർജുനൻ ഇപ്പൊ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ചെയ്യാതിരിക്കുമോ? അയാൾ പിന്നെ വേറെ ഒരു യുദ്ധം ഉണ്ടാക്കും. പ്രകൃതിയെ ആർക്കും നിഷേധിക്കാനേ പറ്റില്ല. അതുകൊണ്ട് പ്രകൃതി നിങ്ങളുടെ സെക്കൻഡ് നേച്ചറാണത്. അത് ആ പ്രകൃതിയെ നിഷേധിക്കാൻ നോക്കില്ല. പക്ഷെ അതിന്റെ സ്വഭാവം അറിഞ്ഞോളണം. കർമ്മത്തിലുള്ള അഭിമാനം ഉണ്ടല്ലോ, പലർക്കും ധാരണ എന്താണെന്ന് വെച്ചാൽ ഗീത പറയണത് നിങ്ങൾ ധാരാളം കർമ്മം ചെയ്യുമെന്നാണ്. ഇങ്ങനെ എന്നെ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കർമ്മം ചെയ്യാം, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. കർമാഭ്യാസത്ത് വളരെ ജാഗ്രതയായിട്ടിരിക്കുന്നത്. നമ്മളെയൊക്കെ ബന്ധിക്കുന്ന സാധനം കർമ്മമാണെന്ന് അറിഞ്ഞിടുക അല്ലേ? പൂന്താനം പറഞ്ഞു, നമ്മളെയൊക്കെ ബന്ധിക്കുന്നത് കർമ്മമാണെന്ന് അറിഞ്ഞോളൂ. കർമ്മത്തിൽ ജാഗ്രതയായിട്ടിരുന്നോളൂ. അതിനെ ഭഗവതർപ്പണമായിട്ട് ചെയ്യുക, അതിനെ ഭക്തിയായിട്ട് തീർക്കുക, അതിനെ ഈശ്വരാരാധനയാക്കിയിട്ട് തീർക്കുക. എന്നാൽ കുറെയൊക്കെ അതിന്റെ ദൂഷ്യം കുറയും. അപ്പോഴും ബന്ധിക്കും, കുറെയൊക്കെ കുറയും. ഈ ആദ്യത്തെ പടി കർമ്മമാണ്. കർമ്മത്തിന്റെ ഫീൽഡ് നിങ്ങൾ പിടിക്കാതെ ഒരു ടെക്നിക്ക്, പ്രാണായാമം, മെഡിറ്റേഷൻ കൊണ്ടൊന്നും പുറത്തേക്ക് പോകാനുള്ള വഴിയൊന്നുമില്ല. അതൊക്കെ വെറുതെ സോപ്പ് തേച്ച് കുളിക്കണ പോലെ ഓരോ കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ കർമ്മം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കണം. അതിനെ തരണം ചെയ്യാതെ നിങ്ങൾ എന്ത് മെഡിറ്റേഷൻ കൊണ്ട് എവിടെ പോകും?
ഗീതയിൽ 2 വിദ്യയേ ഉള്ളൂ, ഒന്ന് കർമ്മം, ഒന്ന് ജ്ഞാനം. ഭഗവാൻ തന്നെ പറഞ്ഞു ദ്വേ വിദ്യേ ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ. നിങ്ങൾ ഫിസിക്കൽ പ്ലെയിനിലാണോ കർമ്മയോഗം, നിങ്ങൾ ഇതിന് അപ്പുറം പോയി കഴിഞ്ഞോ നിങ്ങൾക്ക് ഏകാന്തമായിരുന്ന സാഖ്യം, ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് വിചാരം ചെയ്യാം. പക്ഷേ പലപ്പോഴും ആരും ഇങ്ങനെ വിവേചിക്കാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് കർമ്മത്തിലാണെന്നോ പൂർണ്ണമായിട്ട് ജ്ഞാനത്തിലാണെന്നോ രണ്ടും നമ്മളുടെ മുമ്പിലുണ്ട്. പ്രകൃതിയുടെ മണ്ഡലത്തിൽ വരുമ്പോൾ കർമ്മം നമ്മളുടെ മുമ്പിലുണ്ട്. അതിനെ ജാഗ്രതയായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് അനുബന്ധം ഉണ്ടാക്കുന്നതാണ്, അതായത് വിട്ടിട്ട് പോകും. നിങ്ങൾ ചെയ്തിട്ട് അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല. അവസാനത്തിൽ നോക്കുമ്പോൾ പിന്നെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ആവും. ഒരു പ്രവൃത്തി ചെയ്ത് അവസാനിപ്പിക്കാം. ഇതൊക്കെ എന്റെ ചിലരൊക്കെ പറയണം എന്റെ ഡ്യൂട്ടി അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ ഞാൻ ഋഷികേശിലേക്ക് പോവാണ്. ഡ്യൂട്ടി എവിടെ അവസാനിക്കും? ഡ്യൂട്ടി വലുത് അവസാനിക്കുമോ? ഘോരമാർത്താണ്ഡൻ എന്നാണ് അഷ്ടാവക്രം പറയണത്. ഈ എന്താ അഹം എന്താണ് കർത്തൃത്വ ദുഃഖ മാർത്താണ്ഡ ജ്വാലാ ദഗ്ധാന്തരാത്മനഃ കുത പ്രശമപീയൂഷധാരാസാരം മൃതേ സുഖം. എന്റെ കർത്തൃത്വം, എന്റെ ഡ്യൂട്ടി എന്നൊക്കെ പറയണത് നട്ടുച്ച വെയിൽ പോലെയുള്ള ചൂടാണെന്നാണ്. അതുകൊണ്ട് വിഷമിക്കണ ജീവന് ചുമ്മായിര് എന്ന് പറയണ അമൃതം കുടിച്ചിട്ടില്ലെങ്കിൽ ഇവന് സൂക്കേടെങ്ങനെ മാറുന്നു. ശാന്തമായിരിക്കെ എന്ന് പറയണ ഈ പ്രശമന മന്ത്രം ഇവൻ കേട്ടിട്ടില്ലെങ്കിൽ ഇവൻ എങ്ങനെ സ്വസ്ഥമാവുന്നു? എനിക്ക് കർമ്മമുണ്ടെന്നും ഞാൻ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നും ചെയ്തിട്ടേ തീർക്കുള്ളൂ എന്നൊക്കെ വിചാരിക്കും. നമ്മൾ ഇടയിൽ കൂടെ ചത്തും പോകും അല്ലേ? എത്ര ആളുകളാ പറയണത് എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ്. എവിടെ ഡ്യൂട്ടി കഴിയും? ഡ്യൂട്ടി കഴിഞ്ഞവരെ യമൻ കാത്തോണ്ടിരിക്കോ? അയാൾക്ക് നിയമമൊന്നുമില്ല. അയാൾ നിങ്ങളുടെ മകളുടെ കല്യാണം കഴിഞ്ഞോ എന്നൊന്നും അയാൾ ആലോചിക്കില്ല. നിങ്ങളുടെ പേരക്കുട്ടിയുടെ SSLC കഴിഞ്ഞു എന്നൊന്നും അയാൾ ആലോചിക്കില്ല. അയാൾ വിളിച്ചുകൊണ്ട് പോകണമില്ലേ? അതുകൊണ്ട് ഈശ്വരാരാധന എപ്പ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോ അധുന ഇവിടെ വെട്ടണമെന്നാണ്. അല്ലെങ്കിലോ കർമാനുബന്ധീനി മനുഷ്യലോക്കെ, ഇവിടെ കർമ്മമൊന്നും അവസാനിക്കില്ല. എന്ന് വെച്ചാൽ കർമ്മം ചെയ്യേണ്ടെന്നാണോ? കർമ്മം നടക്കും. നിങ്ങളല്ല കർമ്മം ചെയ്യണത്, പ്രകൃതിയാണ് ചെയ്യണത്. നിങ്ങളുടെ രക്തചംക്രമണം നിങ്ങളാണോ ചെയ്യണത്? പ്രാണാപാന പ്രക്രിയ നിങ്ങൾ ചെയ്യണ്ടോ? ഡൈജഷൻ നിങ്ങൾ ചെയ്യണ്ടോ? കണ്ണിൽ ഇമ വെട്ടണത് നിങ്ങൾ ചെയ്യണ്ടോ? ഇതിലൊന്നും അഭിമാനിക്കണില്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യം മാത്രം ഞാൻ ചെയ്തു എന്ന് എന്തിനാ അഭിമാനിക്കണമെന്ന്? ഇതൊക്കെ നിങ്ങൾ ചെയ്യാത്തതുപോലെ തന്നെ കോൺഷ്യസ് ആയിട്ടുള്ള ആക്ഷനും നിങ്ങളുടെ ഒന്നും അല്ല. നിങ്ങളുടെ ഉള്ളിൽ ഈ 2 ആക്ഷനേ ഉള്ളൂ. ഒന്ന് കോൺഷ്യസ് ആക്ഷൻ, 2 അൺകോൺഷ്യസ് ആക്ഷൻ, നാച്ചുറൽ ആക്ടിവിറ്റി. ഇത് നാച്ചുറൽ ആക്ടിവിറ്റി എങ്ങനെ നേച്ചറുടെ ആണോ അതുപോലെ തന്നെ കോൺഷ്യസ് ആക്ടിവിറ്റിയും നേച്ചറുടെ ആണ്. അത് നിങ്ങൾ ആത്മാവാണ്, നിങ്ങൾ നേച്ചറല്ല. നിങ്ങൾ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ചൈതന്യമാണ്. നിങ്ങൾ അഹം അഹം എന്ന അനുഭവസ്വരൂപമായ ബ്രഹ്മമാണ്, പൂർണ്ണ വസ്തുവാണ്. അല്ലാതെ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ അതിൽ നടക്കുന്ന പ്രവൃത്തികളോ ഒന്നും നിങ്ങളുടെ സ്വരൂപമല്ലെന്ന് അറിഞ്ഞ് അതിനൊക്കെ പുറകിലിരിക്കണം ആ ശാന്തി, ആ ആകാശം, ആ നിർമ്മലമായ അപ്രചലിത സ്വഭാവത്തോടുകൂടിയിരിക്കുന്ന ആ ബോധാകാശത്തിൽ ഇരുന്നു കൊണ്ട് സോഹമസ്മി എന്ന് ഇരുന്നു കൊണ്ടിരുന്നാൽ ഇവിടെ പ്രവൃത്തികളൊക്കെ ഭംഗിയായിട്ട് സ്വധർമ്മമൊക്കെ നടക്കും. എന്തെന്ത് കാലങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്ന കർമ്മങ്ങളൊക്കെ നടക്കും. ഇതൊന്നും നിങ്ങളില് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നടന്നു പോകും. അതിനുള്ള വിദ്യയാണ് ഭഗവാൻ അസംഗശസ്ത്രമെന്ന് ഇതിൽ പറയണത്. അതായത് ഇതിൽ സംഘമില്ലാതെ സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് അസംഗനായിട്ട് ഇരുന്നു കൊണ്ട് ലോകത്തില് ജീവിക്കാം. അല്ലാതെ ലോകത്തിനെ ഉപേക്ഷിക്കുക. സന്യാസം എന്ന് വെച്ചാൽ അസംഗമാണ്, ജ്ഞാനമാണ് സന്യാസം. ഈ ജ്ഞാനം കൊണ്ട് ഈ വൃക്ഷത്തിനെ വെട്ടിക്കളയാം. ഈ വൃക്ഷത്തിനെ വെട്ടിക്കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപേക്ഷിച്ചാൽ അത് പോയി പോകും, നോക്കാതിരുന്നാൽ പോയി പോകും, തിരിഞ്ഞു നോക്കാതിരുന്നാൽ പോയി പോകും. ഈ വൃക്ഷത്തിനെ നോക്കരുത്, ആത്മാവിനെ നോക്കിക്കൊണ്ട് ലോകത്തിലിരിക്കുക, ആത്മാവായിട്ടിരിക്കുക, സ്വരൂപനിഷ്ഠനായിട്ടിരിക്കുക. ഇതൊക്കെയാണ്
ശ്രുതിപ്രസിദ്ധമായ മഹാവാക്യങ്ങൾ. ഇതിപ്പോ നിങ്ങൾക്ക് അർത്ഥാവുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇതിപ്പോ അനുഭവത്തിൽ വരണ്ടോന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഋഷികൾ പറഞ്ഞ വാക്യങ്ങൾ അതേപടി ഇവിടെ പറയണു. അത് ആർക്ക് അതിന്റെ ഒരു പ്രജ്ഞ തെളിയുന്നുണ്ടോ അവർ മഹാഭാഗ്യവാന്മാർ. അത് തെളിഞ്ഞിട്ടില്ലെങ്കിലും കേട്ടോണ്ടിരിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം എവിടെയോ ഒരു സ്ഥലത്ത് ഒരു പാറ പൊട്ടിക്കുമ്പോൾ 100 അടി അടിച്ചിട്ട് പൊട്ടിയെന്ന് വെച്ചാൽ 100ാമത്തെ അടി കൊണ്ടൊന്നുമല്ല പൊട്ടിയത്, ആദ്യത്തെ അടിയിൽ തുടങ്ങിക്കഴിഞ്ഞു പൊട്ടാൻ, അല്ലേ? അതുപോലെ ഈ മനസ്സിലാകായ്മ ഉണ്ടല്ലോ, അത് മനസ്സിലാകുന്നതിന്റെ ആദ്യപടിയാണ്. അത് അവസാനത്തെ അടിയിൽ പൊട്ടും. പക്ഷേ ആദ്യത്തെ അടിയും അവസാനത്തെ അടിയും തുല്യ വെയിറ്റോടുകൂടിയാണ് അതിൽ വീണത്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രവണം ചെയ്യുമ്പോൾ ഈ ഒരു മഹാവിദ്യ, ഈ വിദ്യ നിങ്ങളുടെ ചെവിയിലേക്ക് വേണ്ട എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അധികം പേരും എഴുന്നേറ്റ് പോവാതെ ഇരുന്ന് കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ അത് പ്രവൃത്തി നടക്കണ്ടെന്നുള്ളതിന് തെളിവാണ്. അത് ഫലിച്ചോളും. അതുകൊണ്ട് ഈ അധ്യായം തുടർന്ന് നാളെ നമ്മൾ കാണാം. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത് അധശോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാം ഗുണപ്രവൃദ്ധാ വിഷയപ്രവാളാഃ അധശമൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ ന രൂപമസ്യേഹ തഥോപലഭ്യത്തെ നാന്തോ ന ചാദിർന ച സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ഛിത്വാ തതഃ പദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ. യസ്മിൻ ഗതാഃ ന നിവർത്തന്തി ഭൂയഃ. ഏതൊന്നിനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ലയോ അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഇനി പറയാൻ പോണത്. ഈ ദുഃഖ സംസാര ബന്ധനത്തിന് വിമുക്തിക്കുള്ള മാർഗാണ് തമേവ പ്രപദ്യേ. ഈ പരമേശ്വരനെ, ഇതിന്റെ മൂലസ്വരൂപനായ അധിഷ്ഠാന സ്വരൂപനായ ഭഗവാനെ ശരണം പ്രാപിക്കാനുള്ള മാർഗത്തിനെയാണ് ഇനി പറയാൻ പോണത്. നമ്മളത് നാളെ തുടർന്ന് വൈകുന്നേരം കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.